ഹായ് എവരിവൺ, കേൾക്കാമല്ലോ. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ GS1 സ്പെസിഫിക് ആയിട്ടൊരു സെഷൻ ഉദ്ദേശിക്കുന്നത്. സോ GS1 വരുമ്പോഴത്തേനും നമുക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ഒന്ന് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ വരും. മോഡേൺ ഇന്ത്യ, പോസ്റ്റ് മോഡേൺ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് ഇത്രയും ഇന്ത്യൻ സൊസൈറ്റി, ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. ഇതിനും ഞാൻ റെഫർ ചെയ്ത സോഴ്സസ് പറയുകയാണെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് വൺ ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. PYQ ആണ്. നിങ്ങൾക്ക് കമ്പൈലേഷൻസ് അവൈലബിൾ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി PYQs എടുക്കാം, കൂടുതലും അത്. പിന്നെ ഞാൻ അതേപോലെ തന്നെ മൈക്രോ ടോപ്പിക്സിന്റെ ഒരു സിലബസ്, മൈക്രോ ടോപ്പിക്സ് വരുന്നത് ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നു പറഞ്ഞാണ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് അതെടുത്ത് പ്രിന്റ് ഔട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് PYQs യൂസ് ചെയ്തു. ആൻഡ് അത് കൂടാതെയുള്ള സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഫസ്റ്റ് തിങ് വിൽ ബി ലൈക്ക് PYQs, പിന്നെ ആൻസർ കോപ്പീസ്, അല്ലെ സോറി ആൻസർ കീസ്. ടെസ്റ്റ് സീരീസിൽ എടുത്ത ആൻസർ കീസ്, ഇതുവരെ എടുത്ത പല ടെസ്റ്റിന്റെ ആൻസർ കീസ്, അതിലൊക്കെ ഒരുപാട് വാല്യൂ അഡീഷൻ പോയിന്റ്സ് കിട്ടും, നല്ല എക്സാമ്പിൾസ് ഒക്കെ കിട്ടും, അത് യൂസ് ചെയ്തു. ആൻഡ് ദെൻ ടോപ്പേഴ്സ് കോപ്പി യൂസ് ചെയ്തു. ആൻഡ് പിന്നെ യൂസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് കുറച്ചധികം നമുക്ക്, എസ്പെഷ്യലി ഇന്ത്യൻ സൊസൈറ്റി, പിന്നെ ജോഗ്രഫിയിൽ വരുന്ന എന്തെങ്കിലും സൈക്ലോണിന്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കിട്ടും. കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമുക്ക് ജോഗ്രഫി പോലുള്ള സബ്ജക്ട്സിന് ക്ലാസ് നോട്ട്സ്. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ അറ്റൻഡ് ചെയ്ത ക്ലാസ് നോട്ട്സും ആണ്. ഇത്രയുമാണ് എന്റെ സോഴ്സസ് ഫോർ GS1 ഞാൻ എടുത്ത കാര്യങ്ങൾ, ഇത്രയുമായിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോ സബ്ജക്ട് വെച്ച്, അതായത് ഓരോ ടോപ്പിക് വെച്ച് പറയാം. ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. സോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് വരും. കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് PYQ വെച്ച് കുറേയധികം പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ആ വർഷം കറണ്ട് അഫയേഴ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വന്നത്, ഇപ്പൊ എന്തെങ്കിലും ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചതും, പിന്നെ ഇതുവരെ ചോദിച്ച ഇപ്പൊ നമുക്ക് പല കിങ്ഡംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവില്ല, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചിട്ടുണ്ടാവും. സോ അപ്പൊ അതിന്റെ ബേസിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പല മെയിൻസ് ക്ലാസ്സുകളിലും പല ടെസ്റ്റ് സീരീസിലും ഒക്കെ കിട്ടിയതിന്റെ ബേസിസിൽ ഒരു നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രക്ചർ പോലെ ചെയ്തത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഡൈനാസ്റ്റി ആണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ചോള എംപയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപയർ തന്നിരിക്കുകയാണ്, എന്നിട്ട് അവരുടെ ആർട്ട് ആൻഡ് കൾച്ചറിലെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ആ ഒരു ടൈം പീരീഡ് മെൻഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും. ആൻഡ് ഓൾസോ ഫൗണ്ടർ ഓഫ് ദാറ്റ്, ആ ഡൈനാസ്റ്റിയുടെ മേജർ ഫൗണ്ടർ ആരാണ്, അത് ഇൻട്രൊഡക്ഷനിലേക്ക് ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകും. പിന്നെ ഓൾസോ യു ക്യാൻ ഓൾസോ മെൻഷൻ ദ ടൈം പീരീഡും, അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ ഫൗണ്ടർ ആൻഡ് ദർ ലൊക്കേഷൻ. ഇപ്പം സദേൺ ഇന്ത്യയിൽ ഇന്ന റീജിയനിൽ ഭരിച്ചിരുന്ന, ഇന്ന കാലത്ത് ഭരിച്ചിരുന്നവരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. ആൻഡ് ദെൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ആണെങ്കിൽ ഞാൻ മെയിൻ ആയിട്ടും എന്റെ ബോഡി വരും. ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുന്നത് ഒന്ന് സ്കൾപ്ചേഴ്സ്, ആൻഡ് അടുത്ത് വരും പെയിന്റിങ്സ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് പെയിന്റിങ്സ് വരും. ആൻഡ് ദെൻ ഡാൻസ്, മ്യൂസിക്, പിന്നെ പോട്ടറി, അങ്ങനെ എന്തെങ്കിലും അവിടെ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഓൾസോ ലിറ്ററേച്ചർ, സ്പെസിഫിക്കലി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇങ്ങനെ പറഞ്ഞിട്ട്, ആർട്ടിന്റെ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ആർക്കിടെക്ചറിലേക്ക് പോവാം. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത്. ഇപ്പൊ 10 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. ലൈക്ക് ഒരുമിച്ച് എഴുതി അങ്ങോട്ട് പോവാം. ആൻഡ് അതുകൂടാതെ വേറെ എന്തെങ്കിലും ഇപ്പം മാർഷ്യൽ ആർട്സ്, വിഷ്വൽ ആർട്സ്, അതേപോലെ തന്നെ ഡ്രാമ, അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ ഈ ഒരു വേണമെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസിലൊക്കെ. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കൺഫ്യൂഷനിലേക്കൊക്കെ വരുമ്പോൾ വാല്യൂ അഡീഷന് വേണ്ടി ഇപ്പം അതിൽ എന്തെങ്കിലും അവരുടെ ടെമ്പിൾസ് ഒക്കെ വല്ല യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷനിൽ അത് കൊണ്ടുവരാം. അതായത് ഇപ്പോഴും ഈ ഒരു കിങ്ഡത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡൈനാസ്റ്റിയുടെ ആ ഒരു ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് ഒക്കെ കൊണ്ടാണ് ഇപ്പോഴും നമ്മളെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ആൻഡ് കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും റീസെന്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഷനിൽ കൊടുക്കാം.
സോ പിന്നെ അതിനെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഈവൻ വേണമെങ്കിൽ കൺസർവേഷൻ മെഷേഴ്സ് ഒക്കെ പറയാം. ഇപ്പൊ അത് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുന്നില്ലെങ്കിൽ കെൻ ഓൾസോ മെൻഷൻ അബൌട്ട് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 49 DPSP പറയുന്നത് മോണുമെന്റ്സ് ഒക്കെ കൺസർവ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷനിൽ കൊണ്ടുവരാം. അതേപോലെ ആർട്ടിക്കിൾ 51A ക്ലോസ് F 7th ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റിൽ വന്നിട്ടാണ് ഇതൊക്കെ കൺസർവ് ചെയ്യുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ഇതൊരു GS2 കുറച്ച് പോയിന്റ്സ് ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ദാറ്റ്. ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾക്ക് നോട്ട്സ് മേജർ ഡൈനാസ്റ്റീസിന്റെ ബേസിസിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. സോ അതാണ് മെയിൻ ആയിട്ടും ഇത് വരുന്നത്. ഇഫ് യു വാണ്ട് നമുക്ക് ആ ഒരു ആക്ട് ഒക്കെ മെൻഷൻ ചെയ്യാൻ പറ്റേ AMASR ആക്ട് ഇല്ലേ, അതായത് ഏൻഷ്യൻ മോണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. സോ കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കീ പോയിന്റ്സ് വരുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ ലൈക്ക് എന്തെങ്കിലും പിന്നെ നമ്മൾ യുനെസ്കോന്റെ കാര്യം ഗവൺമെന്റ് സ്കീംസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഹൃദയ് മിഷൻ, സ്മാർട്ട് സിറ്റീസ് മിഷൻ, പിന്നെ CSR ഫണ്ടിങ് വഴി സേവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ലൈക്ക് പർട്ടിക്കുലർലി അതായത് ഇങ്ങനെ ഇതൊക്കെ നശിച്ചു പോവാണ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതൊക്കെ ആക്കാം. അല്ലാത്ത പക്ഷം ആർട്ട് ആൻഡ് കൾച്ചർ കോൺട്രിബ്യൂഷൻ പറയുവാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ. അപ്പം മെയിനായിട്ടും ഒരു ഡൈനാസ്റ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഒരു നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പം ഇതിപ്പോ ആർട്ട് ആൻഡ് കൾച്ചർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, അല്ലാതെ ഒരു മൊത്തത്തിൽ ഒരു ഡൈനാസ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ഇതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡൈനാസ്റ്റി പറയും, അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി എന്നുള്ള രീതി. കാരണം ഇന്ത്യൻ സൊസൈറ്റിയും കയറി വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അല്ലാതെ എഴുതാം. ലൈക്ക് ഇപ്പം എന്താണ് അതിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ സെയിം ഈ കാര്യം തന്നെ ഉപയോഗിക്കാം. ഏത് ലൊക്കേഷൻ, ടൈം പീരീഡ്, മേജർ റൂളേഴ്സ്, അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ ചെയ്യാം. പിന്നെ അവരുടെ എന്തെങ്കിലും ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, അവരുടെ കാലത്താണ് എന്തെങ്കിലും കൊണ്ടുവന്ന അങ്ങനെയുള്ള രീതിയിൽ. ആൻഡ് ദെൻ നിങ്ങൾക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ യു ക്യാൻ ഓൾസോ മെൻഷൻ ലൈക്ക് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫസ്റ്റ്, അങ്ങനെ കൊണ്ടുവരാം. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദെൻ യു ക്യാൻ ഓൾസോ മെൻഷൻ ലൈക്ക് സോഷ്യൽ. അതിനകത്ത് തന്നെ അവരുടെ ഗവേണൻസ് എങ്ങനത്തെ. പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയും എന്ത് രീതിയിലാണ്, സെൻട്രലൈസ്ഡ് ആയിരുന്നോ, അത് ഡീസെൻട്രലൈസ്ഡ് മോഡൽ ആയിരുന്നോ, ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. പിന്നെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ സ്പെസിഫിക്കലി, അത് കൊണ്ടുവരാം. ആൻഡ് അവർ ഫോളോ ചെയ്ത വാല്യൂസ്, ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ട് രാജ്യധർമ്മ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ടുവരാം. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ വരും സോഷ്യൽ വരുമ്പോൾ ആ സമയത്ത് സൊസൈറ്റി എങ്ങനെയായിരുന്നു, കാസ്റ്റ് സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു, റിജിഡ് ആയിരുന്നു, പിന്നെ എന്ത് അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ സൊസൈറ്റി വരുന്നോണ്ട് നിങ്ങൾക്ക് അതെല്ലാം പറയാം. ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടായിരുന്നു, മേജർ കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ്, ഫെസ്റ്റിവൽസ്, കസ്റ്റംസ്, അങ്ങനെ കുറച്ച് പോയിന്റ് വന്നിട്ട് നിങ്ങൾക്ക് സോഷ്യലിന് പറയാം. സെക്കൻഡ് കെൻ ഓൾസോ മെൻഷൻ ലൈക്ക് അവിടുത്തെ ആ സമയത്ത് അവരുടെ ഡ്രസ്സിങ്, ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനെയൊക്കെ പോയിന്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ ദി എക്കണോമിക് പാർട്ട്. അപ്പൊ മേജർ ഇപ്പൊ സംഘം പീരീഡിലൊക്കെ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഹില്ലി റീജിയനിലുള്ളവർ ഇന്ന ജോലി ചെയ്യുന്നു, പാസ്റ്റൽ കമ്മ്യൂണിറ്റീസ്, അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് ആയിരുന്നോ, പാസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ആയിരുന്നോ, ലാൻഡിന്റെ ഇമ്പോർട്ടൻസ്, ഇറിഗേഷന്റെ കാര്യം പറയാം, ട്രേഡ് ഉണ്ടായിരുന്നു, ഇന്റേണൽ എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ട് അറിയാമെങ്കിൽ അത് കൊണ്ടുവരാം. അവരുടെ എന്തെങ്കിലും പോളിസീസ്, എക്കണോമിക് പോളിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതിനെപ്പറ്റി ചിന്തിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവര് ടെമ്പിൾസ് ഒക്കെ പാട്രണൈസ് ചെയ്തിട്ട് അങ്ങനെ പണിയുന്നുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്കണോമിക്സിൽ കൊണ്ടുവരാം. ആൻഡ് ദെൻ യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദ റിലീജിയൻ ആ സമയത്ത് എങ്ങനെയാണ് മിക്ക റൂളേഴ്സും ഈ റിലീജിയന്റെ ബേസിസിൽ ഇങ്ങനെ പല ടെമ്പിൾസ് പണി കഴിപ്പിച്ചു, അതേപോലെ തന്നെ കേവ്സിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. റിലീജിയൻ എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയാണ് മറ്റു റിലീജിയനുള്ളവരെ ട്രീറ്റ് ചെയ്തത്, ഈ കാര്യങ്ങൾ തിങ്ക് ചെയ്യാം. പിന്നെ ദെൻ യു ക്യാൻ ഗോ ഫോർ ലിറ്ററേച്ചർ. ഒരു ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫേമസ് ആ സമയത്തെ ലിറ്ററേച്ചർ വർക്ക്സിനെ പറ്റി പറയാം. ഇതിലൊക്കെ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാത്തിനും മാക്സിമം എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ചെയ്യും. പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ,
അതിന്റെ കോൺട്രിബ്യൂഷൻസ്. ആൻഡ് കൺക്ലൂഷൻസിലേക്ക് വരുമ്പോൾ ഒരു ലെഗസി, അവരുടെ ഒരു ലെഗസി, അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് മറ്റേ ടെമ്പിൾ ആർക്കിടെക്ചറിൽ വെസര ടെമ്പിൾ ആർക്കിടെക്ചർ പറയുമ്പോൾ എന്താ, അടുത്തടുത്ത ഡൈനാസ്റ്റീസ് വരുമ്പോൾ അവർ ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൺക്ലൂഷനിൽ കൊണ്ടുവരാം. സോ അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നെക്സ്റ്റ് ഡൈനാസ്റ്റീസ് ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോയത്, അതിലേക്ക് കുറെ അഡീഷൻ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും അതിങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് യുനെസ്കോ സൈറ്റ് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഇതും ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2025 ചോദിച്ച ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. സോ 2025 നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനം ഹാരപ്പൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും അത് തന്നെയാണ്. സോ അതിനാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. സോ ഇതിലെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു മാക്സിമം പോയിന്റ്സ് നമുക്ക് അറിയാവുന്ന ഒരു ഏരിയ കൂടിയായിരിക്കും ഇത്. കൂടുതൽ കാര്യങ്ങളും അറിയാവുന്നതായിരിക്കും. ആൻഡ് പറയുന്ന സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ ആർക്കിടെക്ചർ. ഈ സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ഫിഗർ എല്ലാം കൊണ്ടുവരാം. നിങ്ങൾക്ക് സിറ്റാഡലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫിഗർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആഡ്. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ സ്തൂപ കൊണ്ടുവരാം. അതേപോലെ ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ്, നഗര, ദ്രവിഡ, അതിനൊക്കെ ഓരോ പടം വരച്ച് പഠിക്കുകയാണെങ്കിൽ ആൻഡ് പ്രോപ്പറായിട്ട് മാർക്കിംഗ് ചെയ്യണം. അത് നിങ്ങളുടെ ആൻസറിൽ കൊണ്ടുവരുന്നത് നല്ലൊരു വാല്യൂഡേഷൻ ആണ്. ഇതിൽ ഡിസ്കസ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ ആർക്കിടെക്ചർ 150 വേർഡ്സിലാണ്. അപ്പോ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുക? ആർക്കെങ്കിലും ഡിസ്കസ് ചെയ്തിരുന്നോ? ഓക്കെ, ഇതോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് അക്ബേഴ്സ് റിലീജിയസ് സിൻക്രറ്റിസം. ഇല്ല, ഓക്കെ, എന്നാ അതിലേക്കും. സോ what are the main, examine the main aspects of Akbar's religious syncretism. So ഇതാണ് ക്വസ്റ്റ്യൻ. സോ ദ കീവേഡ് ഈസ് എക്സാം. അപ്പം ഇവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക? ഓക്കെ, ടൈം പീരീഡ് മെൻഷൻ ചെയ്യാം, ആ ഒരു ഹിന്റും കൊടുക്കാം. നൈസ്. അങ്ങനെ നമുക്ക് ഏതായാലും ആ ഒരു പീരീഡിൽ ഒരു മേജർ എന്തൊരു വ്യക്തിയായിരുന്നു ആൻഡ് ഇതേപോലെ കാര്യങ്ങൾ പറയാം. ആൻഡ് എക്സാമിൻ എന്നാണ് കീവേഡ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ 10 മാർക്ക് ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും? ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് അക്ബേഴ്സ് റിലീജിയസ് സിൻക്രറ്റിസം. ആ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. സോ അതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട്. അതിൽ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന കുറെ പോയിന്റ്സ്, മറ്റേ ദിൽമിലാഹി, പിന്നെ അതേപോലെ തന്നെ ഇബാദത്ഗാര, ആ കാര്യങ്ങൾ കൊണ്ടുവരാം. ആൻഡ് പിന്നെ പുള്ളി ജസിയ അങ്ങനെ നിരോധിച്ച ആ കാര്യങ്ങൾ, അങ്ങനെ മറ്റുള്ള നല്ല പോയിന്റ്സ് വേണമെങ്കിൽ പുള്ളിയുടെ മറ്റേ ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നല്ലോ, കുറെ ഡിസ്കഷൻസ് നടത്താനായിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ പേരൊക്കെ അറിയാമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചോ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ. പിന്നെ അങ്ങനെ കുറച്ചൊരു 4-5 പോയിന്റ്സ് കൊണ്ടുവരാം. ഈ 3 പോയിന്റ്സ് തന്നെ ഭയങ്കര സ്പെസിഫിക് പോയിന്റ്സ് ആയി. ആൻഡ് ദെൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും കോമൺ പോയിന്റ്സ്, ഈവൻ പോയിന്റ്സ് കിട്ടിയില്ലെങ്കിൽ ഒരു 5 പോയിന്റ്സ് കൊടുക്കാം. ആൻഡ് എക്സാമിനാ പറഞ്ഞത്. സോ യു ഹാവ് ടു മെൻഷൻ ദി അതർ സൈഡ് ഓൾസോ. കാരണം ഈ ദിനിലാഹി എന്നുള്ള ഈ കൺസെപ്റ്റിനൊന്നും വലിയൊരു എന്താ പറയാ, പിന്നീട് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ല. അകപ്പാട് കുറച്ച് പേരെങ്ങാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ പുള്ളിയുടെ ഈ ഒരു കൺസെപ്റ്റിലൊക്കെ. ആൻഡ് അത് പിന്നീട് ഇപ്പം നമ്മളൊരു സെക്ട് ഒക്കെ രൂപീകരിച്ചില്ല. ഇപ്പം ബുദ്ധിസം, ജൈനിസം ഒക്കെ വന്നിട്ട് പിന്നെ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നത് പോലെ ഇതിലങ്ങനെ അധികം ആളൊന്നും വന്നിട്ടില്ല. പിന്നീട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയാം. ആൻഡ് അതിനുശേഷം പുള്ളിയുടെ സക്സസേഴ്സ് ഒന്നും ഇത് മര്യാദയ്ക്ക് ഫോളോ ചെയ്തിട്ടില്ല. ഇവർ വീണ്ടും റീഇമ്പോസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഔറംഗസേബിനെയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ലൈക്ക് ഇതിനകത്തോടെ കൊണ്ടുവരാം. പിന്നെ പോപ്പുലർ സപ്പോർട്ട് കുറവായിരുന്നു, സംതിങ്. അങ്ങനെ കുറച്ച് 5 പോയിന്റ്സ് നിങ്ങൾ അതർ സൈഡും കൂടെ പറയാം. ബട്ട് നിങ്ങൾ കൺക്ലൂഷനിലേക്ക് വരുമ്പോ എന്താ, ഇതിലിപ്പോ വേ ഫോർവേഡ് പറയാനില്ല. കൺക്ലൂഷനിലേക്ക് വരും ഓൾദോ ഇങ്ങനെ ഒരു സപ്പോർട്ട് കുറവായിരുന്നെങ്കിൽ പോലും എന്താ, അതെ, ഒരു പിന്നീട് ഒരു നല്ലൊരു ഒരു മേജർ മോഡൽ പോലെയായിരുന്നു. ലൈക്ക് പിന്നീട് ഏതെങ്കിലും നിങ്ങൾക്ക് അതിൽ സക്സസേഴ്സിൽ ആരെങ്കിലും അക്ബറിന്റെ പോളിസി ഫോളോ ചെയ്ത ആരെങ്കിലും അറിയുമെങ്കിൽ യു ക്യാൻ മെൻഷൻ. പിന്നെ ആ ഒരു സെയിം കൺസെപ്റ്റുകൾ ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് പറയാം ആ ഒരു സമയത്ത് തന്നെ വളരെ ഒരു എന്താ പറയാ, ആ ഒരു ടൈം പീരീഡിൽ ആ കാലഘട്ടം ഓർക്കണം. ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു മാക്സിമം
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതൊരു ഒരൊറ്റ പാർട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ഇങ്ങനെ ചോദിച്ചേക്കാം. ഇതിലൊരു മിനിമം 10 പോയിന്റ്സ് എങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. ബേസിക് മറ്റേ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള പോയിന്റ്സ് ഏറ്റവും ആദ്യം ഫസ്റ്റ് 3-4 പോയിന്റ്സ് അത് തന്നെ കൊടുക്കുക. ബാക്കിയുള്ള നിങ്ങൾക്ക് അധികം പോയിന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും ബാക്കി ഇപ്പം ഇതിനെ വേണേൽ കണക്ട് ചെയ്യാം. ഇപ്പൊ ആ സമയത്ത് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പോയിന്റ്സ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇതാക്കാം. ആൻഡ് ബാക്കിയുള്ള റീജിയനിലുള്ളവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും കൊണ്ടുവരാം. ആൻഡ് പ്രശ്നങ്ങൾ എഴുതുമ്പോഴും ഫസ്റ്റ് 3 പോയിന്റ്സ് ഭയങ്കര റിലവൻസ് ആണ്. ആൻഡ് പിന്നെ ഉള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കോമൺ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഒന്ന് ഇതാക്കാം. സോ ആൻഡ് അതൊരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് നോക്കിയിരുന്നു ചണ്ടേല ആർട്ട് ഫോം ക്വസ്റ്റ്യൻ. സോ ദ സ്കൾപ്ചേഴ്സ് fill the Chandela art form with resilient vigor and breadth of life. elucidate as സ്കൾപ്ചേഴ്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് ഇത് കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഐ ക്യാൻ യൂസ് ബ്യൂട്ടിഫുൾ വേർഡ്സ് ലൈക്ക് ഇപ്പൊ പറഞ്ഞ ആർക്കിടെക്ചർ. ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾസ് അറിയില്ലെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിച്ച് യക്ഷണി ഫിഗേഴ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് വേണമെങ്കിൽ അതെടുക്കാം. എന്തെങ്കിലും ടെമ്പിൾസ് അറിയാമെങ്കിൽ ഈവൻ നിങ്ങൾക്ക് സ്കൾപ്ചറിനെ പറ്റി സ്പെസിഫിക് അറിയില്ലെങ്കിൽ ഇന്ന ടെമ്പിളിലുള്ള സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്പെസിഫിക് അറിയില്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ടെമ്പിൾ വെച്ചിട്ട്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ചണ്ടേലാസിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈം പീരീഡ് ആൻഡ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ മൊത്തത്തില് അതിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആൻഡ് ഇത് സ്പെസിഫിക്കലി പറഞ്ഞേക്കുവാണ് സ്കൾപ്ചേഴ്സിനെ പറ്റിയിട്ട് അവരെങ്ങനെയാണ് ആ ആർട്ട് ഫോം വിത്ത് റെസിലിയന്റ് വിഗർ ആൻഡ് ബെർത്ത് ഓഫ് ലൈഫ്. അപ്പം അതിങ്ങനെ എഴുതി പറയും. നിങ്ങൾ പറയാം അവിടുത്തെ ആർട്ട് ഫോംസ് ഒക്കെ ആ ഒരു റിയൽ ലൈഫിനെ കാണിക്കുന്ന രീതിയിലുള്ള സ്കൾപ്ചർ ആയിരുന്നു, ആർട്ടിസ്റ്റിക് എക്സലൻസ് ആണ് അതിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിന്റ്സ് ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ആൻഡ് ദെൻ അതർവൈസ് എക്സാമ്പിൾ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ് യക്ഷണി ഫിഗേഴ്സ് ഒക്കെ. അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾ, ഇന്ന ടെമ്പിളിലെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇവരുടെ ഇന്ന ടെമ്പിളിലെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഭയങ്കര ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറയാം. സോ ഇപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള PYQs നമ്മുടെ ആ സിലബസും കൂടെ വെച്ചിട്ട് മേജർ ഇതേപോലുള്ള ഡൈനാസ്റ്റീസിലൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ അതിലൊക്കെ 1-2 എക്സാമ്പിൾസ് നിങ്ങൾ നേരത്തെ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാനായിട്ടും എളുപ്പമായിരിക്കും. ആൻഡ് ഓക്കെ, ഇതാണ് കുറച്ച് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്. നോക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന് പൊതുവെ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ. ലൈക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരും നമുക്ക് മോഡേൺ ഇന്ത്യ ആൻഡ് പോസ്റ്റ് മോഡേൺ. മോഡേൺ ഇന്ത്യയിൽ വരുമ്പോഴും എന്റെ മെറ്റീരിയൽസ് സെയിം തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രിലിംസിൽ എനിക്ക് തോന്നുന്നു കുറെ അധികം നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നതാണ്. അപ്പം ഒന്നുകൂടെ അതൊന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുവാണെങ്കിൽ മോഡേണിലേക്ക് ഭയങ്കര നല്ലതായിരിക്കും. എസ്പെഷ്യലി ആ ക്രൊണോളജി ഒക്കെ ഓരോ ഇവന്റ്സ് കഴിഞ്ഞ് അടുത്ത എന്ത് ഇവന്റ് വന്നു. കാരണം ഇവൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇപ്പൊ NCMനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് CDM ലാസ്റ്റില് കൺക്ലൂഷനിൽ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ക്രൊണോളജി അറിയാം. പിന്നെ എപ്പോഴും കുറച്ചധികം നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കാം. മോഡേൺ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നല്ല ന്യൂസ് പേപ്പേഴ്സ് ഒരു പർട്ടിക്കുലർ പീരീഡിലെ പറ്റി ഇപ്പൊ NCM അല്ലെങ്കിൽ CDM കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ ആ സമയത്തൊക്കെയുള്ള മേജർ ന്യൂസ് പേപ്പേഴ്സ്, അതിനകത്തൊക്കെ മേജർ ലീഡേഴ്സ് ആരൊക്കെയാണ്, ഇപ്പം വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. കാരണം സൊസൈറ്റിയാണ്, നമുക്ക് പല ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് പർട്ടിക്കുലർ ഇവന്റിനെ പറ്റി പറയാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ NCMനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പൻസിനെ പറ്റി പറയുമ്പോൾ മേജർ ലീഡേഴ്സിനെ കൊണ്ടുവരാം, വിമന്റെ പാർട്ടിസിപ്പേഷൻ, സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ. സോ ഇതെല്ലാം നിങ്ങൾക്ക് ആ പോയിന്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ മേജർലി മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ എന്റെ സോഴ്സസ് എല്ലാം സെയിം ആയിരുന്നു. മോഡേൺ ഇന്ത്യക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സിലബസ്, ആൻസർ കീസിലൊക്കെ കുറെ എക്സാമ്പിൾസ് കിട്ടും. ഞാൻ ഓൾസോ യൂസ് ChatGPT ഒക്കെ യൂസ് ചെയ്ത് നല്ല എക്സാമ്പിൾസ് കളക്ട് ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴും ഒരു ക്രൊണോളജിക്കലി ഒക്കെ പഠിച്ചു വെക്കുകയാണ്. ഇപ്പം പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ക്രൊണോളജിക്കലി അത് ഓർത്തിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏർലി പീരീഡ് തൊട്ട് ഏർലി ലീഡേഴ്സ് തൊട്ട് ഓരോ പീരീഡിൽ ഓരോ ഇവന്റ് നടന്ന പീരീഡിലെ മേജർ ലീഡേഴ്സ്
അത് അങ്ങനെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആൻസർ എഴുതും ആ ഒരു ക്രൊണോളജിയിൽ എഴുതി വരുവാണെങ്കിൽ, ഇവരങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ എഴുതുവാണെങ്കിൽ അത് ഭയങ്കര നീറ്റ് ആയിരിക്കും. അത് തന്നെ നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇന്ന കുറെ പേര് അങ്ങനെ കുറെ പേര് എഴുതുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ആയിരിക്കും. പിന്നെ ഓൾസോ മറ്റേ എക്സ്ട്രീമിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ളവർ അങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോഡേൺ ഇന്ത്യയിൽ ഫിഗേഴ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഡൈവേഴ്സ് ആക്കാനായിട്ട് സൺ ഡയഗ്രാം അങ്ങനെയുള്ള ഡയഗ്രാം ഒക്കെ കൊണ്ടുവരാം. ഇവൻ ഒരു പർട്ടിക്കുലർ ഇവന്റിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെയാ ചോദിക്കുന്നെങ്കിൽ കെൻ യൂസ് ദാറ്റ്. മേജർലി എനിക്ക് തോന്നുന്നു പേഴ്സണാലിറ്റീസിനൊക്കെ ഒരുപാട് കൊണ്ടുവരാൻ പറ്റുക. പിന്നെ ഇയർ, ഇപ്പൊ നമ്മള് ഏൻഷ്യൻ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ആർട്ട് ആൻഡ് കൾച്ചർ പറയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഒരു പീരീഡ് പറയാം, ജസ്റ്റ് ഒരു 13th സെഞ്ചുറി അല്ലെങ്കിൽ 12th സെഞ്ചുറി പറയാം. പക്ഷെ മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ സ്പെസിഫിക് ഇയർ അറിയുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഇവരാണ്, അത് നമ്മൾ എഴുതാതിരിക്കാൻ പാടില്ല. അതിന് ഇയർ നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഏത് പീരീഡിലാണ് ഓരോ മേജർ ഇവന്റ്സ് നടന്നത്, ഏത് പീരീഡിലാണ് എന്നുള്ള രീതിയിൽ. ആൻഡ് മേജർ ലീഡേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, അല്ലാതെ എന്തെങ്കിലും മാഗസിൻസോ ന്യൂസ് പേപ്പേഴ്സോ അതുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഈ മേജർ ഇവന്റ്സ് നടന്ന സമയത്ത് വൈസ്രോയിസിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കയറി വരായിരിക്കും. അപ്പൊ അവരുടെ ഇത് ആൻഡ് വൈസ്രോയിസിന് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരെ എടുത്തിട്ട് PYQ പ്ലസ് നിങ്ങളുടെ ചെയർമാരും ഒക്കെ പറഞ്ഞു തരുന്നതിന്റെ ബേസിസിൽ അതിനും ഒരു നോട്ട്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മോഡേൺ ഇന്ത്യ. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ ഇല്ലേ? ഓക്കെ, ഓർഗനൈസേഷൻ. ഓക്കെ, ജ്യോതിബ ഫുലെയുടെയാണ്. ജ്യോതിറാവ് ഫുലെ. Mahatma Jyotirao Phule's writing and efforts of social reform touched the issues of almost all subaltern classes discussed. ഇതൊരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ, കാരണം ഇപ്പം ഈ ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ, ചെയ്താണോ? ഇല്ല, ചെയ്തോ? സോ ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് മഹാത്മാ ജ്യോതിറാവ് ഫുലെ's writing and efforts of social reform touch the issues of almost all subaltern classes discussed. ഇത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് കുറവായിരിക്കും. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കും? നമ്മൾ ബോഡിയിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണ്ട, കാരണം എന്തായാലും നമുക്കത് എന്നപ്പോ പോയിന്റ് നഷ്ടപ്പെടും. അപ്പൊ നമുക്കല്ലാതെ എന്തെങ്കിലും റീജിയൻ പറയാം, റീജിയൻ മഹാരാഷ്ട്ര റീജിയൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നൊരു കാലഘട്ടത്തിലുള്ള ഒരു മേജർ സോഷ്യൽ റിഫോമർ ആയിരുന്നു. ആൻഡ് അദ്ദേഹം ഈ എന്താ പറയാ സബാൾട്ടൺ ക്ലാസസിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത ഒരാളാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു 2-3 ലൈൻസ് അത് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്തിട്ട് ലൈക്ക് അങ്ങനെ ഒരു 2-3 ലൈൻസിൽ കൊടുത്തിട്ട് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിനെ പറ്റി പറയാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്രയെണ്ണത്തിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അതൊക്കെ അല്ലേ ഉള്ളു. ബാക്കി പക്ഷെ നിങ്ങൾക്ക് എഴുതാം, അദ്ദേഹം ഇവരെ പറ്റി നിങ്ങൾക്ക് ആ റൈറ്റിംഗ്സിനെ പറ്റി പറയാം. അപ്പം ഒന്ന് എക്സാമ്പിൾ അത് വേറെ അറിയോ? അതൊക്കെയാണ് ഒരുമിച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ചെയ്യാം. ഇപ്പൊ റൈറ്റിംഗ്സ് സ്പെസിഫിക്കലി പറയുമ്പോൾ എന്തൊക്കെ നിങ്ങൾ പോയിന്റ്സ് ബിൽഡ് ചെയ്യും? ഓക്കെ ഓക്കെ, നൈസ്. ഞാൻ ആദ്യമായിട്ട് അറിയാം. ഓക്കെ, ഗുഡ്. സോ യു ക്യാൻ ആഡ് ദാറ്റ്. അത് അമേരിക്കൻ റെവല്യൂഷന്റെ സ്ലേവറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഗുലാംഗിരി അല്ലെ, അങ്ങനല്ലേ പറഞ്ഞ? സോ നൈസ്. നിങ്ങൾക്ക് കൊണ്ടുവരാം ആ പോയിന്റ്. ഇപ്പം ഈ സബാൾട്ടൻ ക്ലാസ്സസ് എന്ന് പറയും, നിങ്ങൾക്ക് ഇപ്പം ദളിറ്റ്സ് ആൻഡ് മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ് അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യു ക്യാൻ മെൻഷൻ ലൈക്ക് ഫസ്റ്റിൽ നിങ്ങൾ ഗുലാംഗിരി കൊണ്ടുവന്നു, അടുത്തതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോക്ക് അബൌട്ട് അൺടച്ചബിലിറ്റീസ് അല്ലെങ്കിൽ ആ റൈറ്റിംഗ്സിലൂടെ അദ്ദേഹം അപ്പർ കാസ്റ്റ് ഡോമിനൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു, അങ്ങനെ കുറച്ച് നിങ്ങൾ പോയിന്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പോയിന്റ് കുറഞ്ഞു പോകും. അപ്പം അതിനെ പറ്റി പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇപ്പൊ വിമന്റെ കോഴ്സിനും കൂടെ നിന്നിട്ടുണ്ട്, അതൊക്കെ താഴേക്ക് കൊണ്ടുവരാം. വിമന്റെ കോഴ്സിന് വേണ്ടി നിന്നിടും. പിന്നെ ആൻഡ് ഹി ഓൾസോ അഡ്രസ്സിംഗ് ദ ഇന്റർസെക്ഷനാലിറ്റി ഓഫ് ചലഞ്ചസ് ഫേസ് ബൈ വിമൻ ഫ്രം ദി മാർജിനലൈസ് കമ്മ്യൂണിറ്റി. അവർക്ക് പല ചലഞ്ചസ് ആണല്ലോ, ജെൻഡറിന്റെയും കാസ്റ്റിന്റെയും എല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്യാം. അപ്പൊ അത് പറയാം. പിന്നെ വൈഫിന്റെ കൂടെ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത പാർട്ട് അല്ലെ. അടുത്തതെന്ന് പറയുന്നത് ആൻഡ് ഹിസ് പിന്നെ മേജർ സോഷ്യൽ റിഫോം എഫേർട്സ് പറയുന്നുണ്ട്. അപ്പൊ അത് വേണേൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ
അല്ലാത്ത കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു റൈറ്റിംഗ് ആയിട്ട് ബുക്ക് പറഞ്ഞു, അതുകൂടാതെ വേണമെങ്കിൽ എന്തെങ്കിലും പാംഫ്ലെറ്റ്സും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അറിയില്ലെങ്കിൽ എഴുതാം. ഇപ്പൊ നമ്മളെന്താ ചെയ്യാം, നമുക്കുള്ളത് വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ്. ആൻഡ് ഓൾസോ അടുത്ത പാർട്ട് പറയുമ്പോൾ സോഷ്യൽ റിഫോം, അപ്പൊ വൈഫിന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. വിമന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പിന്നെ അൺടച്ചബിൾസ് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ വാട്ട് എവർ കോഴ്സസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലാർജർ പൊളിറ്റിക്കൽ ഒരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇതൊക്കെ കോമൺ പോയിന്റ്സ് ലാസ്റ്റ് കൊണ്ടുവരാൻ പറ്റും, അത് പറയാം. ആൻഡ് ഏതെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ അറിയാമെങ്കിലും അത് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ലൈക്ക് ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് പിന്നീടുള്ള ലീഡേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ നാഷണൽ കൺക്ലൂഷൻ ടുവേർഡ്സ് എൻഡിലേക്കൊക്കെ വരും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഈ നാഷണൽ മൂവ്മെന്റിനൊക്കെ ഇത് ഭയങ്കര ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമായി. പിന്നെ കാരണം കുറെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വന്നു. പിന്നീട് നിങ്ങൾക്ക് ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഹരിജൻ എലൈറ്റ്സ് ഒക്കെ വരാനുള്ള ഒരു മേജർ റീസൺ, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ ഇവിടെ നിന്നാണെന്നുള്ള രീതിയിൽ യു ക്യാൻ കം അപ്പ് വിത്ത് പോയിന്റ്സ്. അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും പോയിന്റ്സ് കൊണ്ടുവരാം. സോ ലിങ്ക് ചെയ്ത് അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കൺക്ലൂഷനിലേക്കൊക്കെ വരുമ്പോൾ പോയിന്റ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ അല്ലാതൊരു സൊസൈറ്റിക്ക് കുറച്ച് കീവേഡ്സ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്കലി ഇതിൻ്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനില്ല. നിങ്ങൾ കൂടുതലും ഇങ്ങനെ തന്നെ തിങ്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു കുറച്ചുകൂടെ ഇന്ത്യൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നതാണ്. നമുക്ക് മേജർ ആയിട്ട് തിങ്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻട്രൊഡക്ഷനിൽ ഒന്നും കൊണ്ട് ഇടാതിരിക്കുക. അത് നിങ്ങൾക്ക് ബോഡി പാർട്ടിൽ തന്നെ കൊടുക്കാം, കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ. ബാക്കിയുള്ളത് നിങ്ങൾ ഇങ്ങനെ പോയിന്റ് ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു സജഷൻ. സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്, ആൻഡ് ഈ ഒരു ലൊക്കേഷനിലായിരുന്നു നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ആൻഡ് ഇവരുടെ സംഘടന, ഇദ്ദേഹത്തിന്റെ സത്യശോധന സമ്മേളനം, അതിനെപ്പറ്റി മെൻഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് സോഷ്യൽ റിഫോം പറയാം, അത് പറയാം. സോ അതിലേക്ക് കൊണ്ടുവരാം. ആൻഡ് പിന്നെന്താ, ഭയങ്കര റിമാർക്കബിൾ ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ കുറെ അധികം പറ്റുന്ന എക്സാമ്പിൾസ് കൊണ്ടുവരാം. ദെൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കോമൺ പോയിന്റ്സ് വെച്ചൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പോയിന്റ്സ് വേണം. സോ നമ്മളിത് ഇങ്ങനെ ബിൽഡ് ചെയ്യാം, പറയാം. ആൻഡ് വി ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് ഭയങ്കര ഒരു ആ സമയത്തും ഭയങ്കര ഇവർക്ക് എഗെയിൻസ്റ്റും ഭയങ്കര ഇതുണ്ടായിരുന്നു. ലൈക്ക് അപ്പർ കാസ്റ്റിന്റെ ഒക്കെ ഭയങ്കര രീതിയിൽ ഇവര് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു പോവാം. അങ്ങനെ മാക്സിമം പോയിന്റ്സ് ഇവിടെ കിട്ടി. ഇനി ഇവിടെ പക്ഷെ നമ്മളൊരു വേ ഫോർവേഡ് അതിനുള്ള സ്കോപ്പ് ഒന്നും അധികം ഇല്ല. ജസ്റ്റ് ഇതിനെ പറ്റി ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് കീവേഡ് ഓൾസോ ലൈക്ക് ഓക്കെ, കീവേഡ് ആയിട്ടും അതിനെ ഡിസ്കസ് എന്നുള്ള രീതിയിലാണ് കീവേഡ് പറയുന്നത്. ഇത് സൈഡ് വേണമെങ്കിൽ പറയാം, ലാർജ് സ്കെയിൽ പിന്നെ പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം ഈവൻ ആ ഒരു ടൈമിൽ ഈ ഒരു ഇവന്റ് തുടങ്ങിയപ്പം ആൾക്കാരിൽ നിന്ന് ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഒക്കെ കുറവായിരുന്നു. പിന്നെ കാസ്റ്റ് സിസ്റ്റം എന്താ പറയാ, എന്തെങ്കിലും എഗെയിൻസ്റ്റ് ഉള്ള മൂവ്മെന്റ് ആ ടൈമിലല്ല അല്ലെ, നമ്മുടെ ധർമ്മസഭയും അതൊന്നും ആ ടൈമിലല്ല, മുന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് റെസിസ്റ്റൻസ് എന്തിനായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടാ മതി. ഓക്കെ, അത് ആലോചിച്ചിട്ട് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പോപ്പുലർ റെസിസ്റ്റൻസിന്റെ ഒരു മൂവ്മെന്റ് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ഈവൻ നമ്മൾ ആ സമയത്ത് അത്രയും എഫേർട്സ് ഇട്ടിട്ട് പോലും സ്റ്റിൽ പല എന്താ പറയാ അൺടച്ചബിലിറ്റി ഒക്കെ ഇപ്പോഴും നിലവിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറയാം. എഡ്യൂക്കേഷൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാം. സ്റ്റിൽ ഒരു ഇന്ത്യൻ സൊസൈറ്റി ലിങ്ക് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോയിന്റ്സിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, സ്റ്റിൽ എഡ്യൂക്കേഷന്റെ കേസിലാണെങ്കിലും ഈ മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ് ഒക്കെ കുറച്ചുകൂടെ ഇപ്പോഴും പിന്നിലാണ് എന്നുള്ള രീതി. അത് വലിയ റെലവന്റ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു പോയിന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഭയങ്കരമായിട്ട് പോയിന്റ് ഇല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ് ഒരു ഇതായിട്ട് വരിക. പിന്നെ അതുകൂടാതെ നമുക്ക് മോഡേൺ ഇന്ത്യയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ, കോണ്ടിനെന്റ്സ് സൊസൈറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. സ്റ്റിൽ ഇങ്ങനെ മേജർ ഇവന്റ്സ് ഒക്കെ അതൊക്കെ ഓർത്തിക്കെ, NCM, CDM, മറ്റേ നമ്മുടെ പാർട്ടീഷൻ, മറ്റേ ബംഗാൾ
സോറി ഓക്കെ, സ്വദേശി മൂവ്മെന്റ്, ഇതിലൊക്കെ മേജർ സാധനങ്ങൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ലൈക്ക് ഇവന്റ്സ് നടന്ന സമയം, പിന്നെ ആ സമയത്ത് വൈസ് റോയ്സ്, മേജർ ലീഡേഴ്സ്. അപ്പൊ ആ സമയത്ത് രണ്ടുപേരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പം മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റ് ഉണ്ടെങ്കിൽ മോഡറേറ്റ്സ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എക്സ്ട്രീമിസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, മോഡറേറ്റ്സിന്റെ 2-3 ലീഡേഴ്സ്, എക്സ്ട്രീമിസ്റ്റിന്റെ 2-3 ലീഡേഴ്സ്, അങ്ങനെ. പിന്നെ നിങ്ങൾ വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, പെസൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, ലേബേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ലൈക്ക് ഈ റീജിയൻസ് ഒക്കെ ആയിട്ട്, അതായത് റൂറൽ ഏരിയ, ലൈക്ക് മേജർ സിറ്റീസിലായിരുന്നു ഫോക്കസ്, റൂറൽ ഏരിയ ആയിരുന്നു. ആൻഡ് ദെൻ ഈവൻ നിങ്ങൾക്ക് മറ്റേതൊക്കെ കണക്ട് ചെയ്യും. പിന്നെ ഈ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടല്ലോ, അതുപോലും റെയിൽവേ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ എന്താ നമ്മുടെ മേജർ ഈ അപ്പർ കാസ്റ്റ് മിഡിൽ ക്ലാസ് ഇന്റലിജൻസ് അവരൊക്കെ ഒരുമിച്ച് വരാനൊക്കെ ഒരു റീസൺ ആയി. ആൻഡ് ടോക്ക് വന്നു, ആ ഒരു കാര്യങ്ങൾ പറയാം. ആ സമയത്ത് ഉണ്ടായിരുന്ന മേജർ ലൈക്ക് ബുക്കുകൾ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ലോക്കൽ ലാംഗ്വേജിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, സോ ഏതൊക്കെ ഇങ്ങനെ എഴുതണോ? ഏതൊക്കെ മെയിൻ ആയിട്ട് ഒരു ഇവന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടൈം പീരീഡ് അത് കൊണ്ടുവരാം, ആൻഡ് ലീഡേഴ്സ്, എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ മോഡറേറ്റ്സ്, റെവല്യൂഷണറി ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഏതായിരുന്നു അവരുടെ മെത്തേഡ്, എങ്ങനെയാണ് അവർ അതിൽ ഇതായത്. ആൻഡ് പാർട്ടിസിപ്പേഷൻ പറയുമ്പോൾ can talk about women, communities, religious communities in the contribution പറയാം. കമ്മ്യൂണിറ്റീസ്, പിന്നെ ആരാ, സ്റ്റുഡൻസ്, പെസൻസ്, ലേബറേഴ്സ്, സ്റ്റുഡൻസ്, പെസൻസ്, ലേബറേഴ്സ്. പിന്നെ എന്തുമാത്രം എക്സ്റ്റെൻഡ്, അതന്നെ എക്സ്റ്റെൻഡ്, അത് പറയാം. അർബൻ, റൂറൽ, ആ ഒരു കാര്യം പറയാം. ആൻഡ് ദെൻ സൗത്ത്, നോർത്ത്. ഇപ്പം ചില ഇവന്റ്സിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൗത്ത്, നോർത്ത്, സ്പേഷ്യൽ, ഡെമോഗ്രഫിക്, എല്ലാ പാർട്ടിസിപ്പേഷൻ എല്ലാം കൊണ്ടുവരാം ഇതിലേക്ക്. ഇതൊക്കെ പോയിന്റ്സ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇതാണ്. പിന്നെ അതുകൂടാതെ എന്താ, ആ സമയത്ത് വൈസ്രോയിമാരൊക്കെ ആരാണ്, പിന്നെ ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോസോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ, കൊണ്ടുവരാം. പിന്നെ മാഗസിൻസ്, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ്. ഇപ്പൊ തന്നെ കുറെ പോയിന്റ്സ് ആയി, 8 പോയിന്റ്സ് ആയി. ഇത് വെച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് ബിൽഡ് ചെയ്യാം. ഇങ്ങനെ മേജർ ഇവന്റ്സിനൊക്കെ ഓരോന്നിനും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാം. അതെന്താ, പിന്നെ ഇപ്പൊ ഒരു ഇവന്റ് ചോദിക്കുവാണെങ്കിൽ കണക്ട് വിത്ത് നെക്സ്റ്റ് ഇവന്റ്, നെക്സ്റ്റ് എന്താ നടക്കുന്നത്. എൻസിഎം ചോദിക്കുകയാണെങ്കിൽ CDM ചോദിക്കുകയാണെങ്കിൽ അത് കഴിയും. അങ്ങനെയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് മാക്സിമം പേഴ്സണാലിറ്റീസ്, ലീഡേഴ്സിന്റെ അകത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ പേര്, 1-2 പേരൊക്കെ പേര്, പേഴ്സണാലിറ്റീസ് അങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇവന്റ് നടന്നതിന്റെ ഇത്ര വർഷത്തെ ആഘോഷമാണോ, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ നോക്കിയിട്ടൊക്കെ ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് കയറി വരാം. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഏതെങ്കിലും മേജർ ഇവന്റ് നടന്നതിന്റെ ഇപ്പൊ 100 വർഷത്തെയോ 125 വർഷത്തെയോ ഒക്കെ വലിയ സെലിബ്രേഷൻ ആണോ, സമയമാണോ എന്നുള്ളത് നോക്കാം. അപ്പൊ അത് ഇതിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ഓക്കെ, ഇത്രയും ആണ് മെയിൻ ആയിട്ട് ഇന്ത്യയിൽ. ഇതാണ് മോഡേൺ ഇന്ത്യയിലൊക്കെ കൂടുതൽ വന്നത്. ആൻഡ് പോസ്റ്റ് മോഡേൺ ഇന്ത്യ വരുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചിന്തിക്കാം. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പോസ്റ്റ് മോഡേൺ ഇന്ത്യയിൽ മെറ്റീരിയൽ ആയിട്ട് ഞാൻ എടുത്ത് നമ്മുടെ സ്പെക്ട്രത്തിൽ ആ പോസ്റ്റ് മോഡേൺ ഇന്ത്യയുടെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ മെയിൻ ചെയ്തുവാണെങ്കിൽ നമുക്ക് അത് ഫുൾ വായിച്ചു തീർക്കാൻ സമയമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ടൈം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ബെറ്റർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ടോപ്പിക്സ് നോക്കാം, എന്നിട്ട് PYQs കമ്പാരിഷൻ നോക്കാം. ഓൾസോ യൂസ് ChatGPT അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മേജർ കോഡ്സ്
കൊടുക്കുന്ന രീതിയിൽ ഒരു UPSC ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് ടൈം അവിടെ സേവ് ചെയ്യാം. ആൻഡ് ആൻസർ കീസിൽ നിന്ന് എടുക്കാം. അതൊക്കെ ആയിരിക്കും നല്ലത് വായിക്കാൻ ഇപ്പൊ മെയിൻസ് എഴുതാൻ പോകും. അല്ലാതെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് ഇതിലേക്ക് വരാം. ബട്ട് സ്റ്റിൽ എനിക്കൊന്ന് മേജർ ഇവന്റ്സ് നോക്കിയിട്ട് ഇപ്പൊ പോസ്റ്റ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ മെയിൻസിന് modern Indian അങ്ങനെ questions trace India's consolidation process during the early phase of independence in terms of polity, economy, education and international relations. അത് മോഡേൺ ഇന്ത്യ ആണ്. ബട്ട് ആ ക്വസ്റ്റ്യൻ നോക്കുന്നത് 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് India's consolidation process during the early phase of independence in terms of polity, economy, education and international relations. അപ്പൊ ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ സബ്ജക്ട്സ്. സോ നിങ്ങൾക്ക് പോയിന്റ്സ് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ബിൽഡ് ചെയ്യാം. അപ്പൊ അതിന് ലൈക്ക് ഓക്കെ, അതിന് ഒരു സൈഡ് പറയാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കാം. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ച് ഏർലി ഫേസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു ടൈമിലുള്ള അതിനകത്ത് ആദ്യം പൊളിറ്റി പറയും. എങ്ങനെയാണ് പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ അറിയാലോ, മറ്റേ ഏത് രീതിയിലാണ് പോയത്, മറ്റേ അതന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. അതേപോലെ തന്നെ ഇപ്പൊ ജുനാഗഡ് ഹൈദരാബാദ് എങ്ങനെയാണ് കൊണ്ടുവന്നത് അതൊക്കെ കൊണ്ടുവരാം. പിന്നെ മറ്റേ മെയിൻ ആൾക്കാർ സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ അദ്ദേഹം ഇവരെ രണ്ടുപേരെയും മെൻഷൻ ചെയ്യുക. ഇവരൊക്കെ പേര് മിസ് ചെയ്യാണ്ടിരിക്കുക. അവരെയൊക്കെ മെൻഷൻ ചെയ്യാം. ഇവരുടെ ആക്ടിവിറ്റീസ് ആയിരുന്നു ആൻഡ് എങ്ങനെയാണ് വന്നത്. അപ്പം ആ സമയത്ത് ട്രാവൻകൂർ ഒക്കെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്തത്. അപ്പം എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഈ പേരുകളൊക്കെ മിസ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ക്വാളിറ്റി വരുമ്പോൾ വിൽ ഗെറ്റ് അറൌണ്ട് 3 to 4 പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ആൻഡ് ദെൻ എക്കോണമി വരാം. എക്കോണമി വരുമ്പോഴത്തേനും നമുക്കറിയാം, നമുക്ക് ആദ്യം മെൻഷൻ ചെയ്യാം ആ സമയത്ത് നമ്മുടെ എക്കോണമി വളരെ തകർന്ന നിലയിലായിരുന്നു ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പം ഇതൊരു പോസ്റ്റ് മോഡേൺ ഇന്ത്യ ലിങ്ക് വരുന്നതല്ലേ, പോസ്റ്റ് മോഡേൺ ഇന്ത്യ ടോപ്പിക് ആണല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതെ, 5 year പ്ലാനിങ്സിന്റെ കാര്യം. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 5 year പ്ലാൻ പറയാതെ നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് പറയാം. ആദ്യം നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇത് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇതിൽ എക്സാമ്പിൾ അത് കൊണ്ടുവരാം. ആൻഡ് ഇൻഡസ്ട്രി നമ്മൾ കൊണ്ടുവന്നു. ആൻഡ് ആ മോഡൽസ് ഒക്കെ പറയാം. നെഹ്റു മഹലനോബിസ് മോഡൽ അതൊക്കെ കൊണ്ടുവരാം. ആൻഡ് യു ക്യാൻ മെൻഷൻ ലൈക്ക് അതിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവന്നു. ആൻഡ് കൊളാബറേഷൻ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ മറ്റേ പറയില്ലേ, നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ ആദ്യം 480 നമ്മൾ എങ്ങോട്ട് ആദ്യം അവരെ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. ഇറിഗേഷൻ ഒരുപാട് മേജർ ഡാംസ് ഒക്കെ അത് കൊണ്ടുവരാം. നമ്മൾ വർക്ക് ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് പിന്നെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മെൻഷൻ ചെയ്യപ്പം എക്കോണമീനെ ഇതാക്കുക എന്നുള്ളത് എല്ലാരെയും ഒരു മൊത്തത്തിലുള്ള അടുത്ത എഡ്യൂക്കേഷനിൽ പറയാം. നമുക്ക് ആ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ആൻഡ് എന്താ പറയാ, സ്കൂളുകളൊക്കെ എല്ലാം ബെറ്റർ ആക്കി കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കൊണ്ടുവരാം. ആൻഡ് ദെൻ അതിൽ പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ആ സമയത്തുള്ള മേജർ നമ്മുടെ ഇതൊക്കെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, പിന്നെ അതേപോലെ എങ്ങനെയാണ് നമ്മൾ മറ്റ് ആ സമയത്ത് ചെയ്ത മേജർ ഇതൊക്കെ IR എന്ന് വരുമ്പോൾ, പിന്നെ ഇപ്പം USSR ഒക്കെ ആയിട്ട് നമുക്ക് ആ സമയത്ത് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ലൈക്ക് 3 to 4 പോയിന്റ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ദെൻ യു ഓൾസോ ഹാവ് ടു മെൻഷൻ അബൌട്ട് ലൈക്ക് ആ സമയത്ത് നമുക്ക് ചലഞ്ചസും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതൊരു സ്മൂത്ത് പ്രോസസ് ആയിരുന്നില്ല. നമ്മൾ എക്കോണമി പറയുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഇതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഓരോ പോയിന്റ് ഓരോന്നിൽ വെച്ചിട്ടോ. പൊളിറ്റി വരുമ്പോഴത്തേന് സ്റ്റിൽ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷം മറ്റേ റീജിയണൽ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത് ആയിട്ട് ലിങ്ക് ചെയ്യാം. സെസഷനിസ്റ്റ് മൂവ്മെന്റ്സും റീജിയണലിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ വന്നു. അത് ഭയങ്കര ഒരു സ്ട്രെസ് ആണ് കൊടുത്തത്. അപ്പൊ അതിൽ ഏതെങ്കിലും എക്സാമ്പിൾസ് കൊണ്ടുവരാം. പിന്നെ ഈ സോഷ്യലി തന്നെ ഭയങ്കര പ്രശ്നം ഈ സൺസ് ഓഫ് സോയിൽ മൂവ്മെന്റ് ഒക്കെ കണക്ട് ചെയ്യാം. ആൻഡ് എക്കണോമി വരുമ്പോഴത്തേനും ഭയങ്കര ഇത് ഫെയിലിയർ ഓഫ് ചില പ്ലാനുകളുടെ ഫെയിലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് എഡ്യൂക്കേഷൻ പറയുമ്പോഴും സ്റ്റിൽ ഇത്ര നമ്മുടെ സാക്ഷരതയൊക്കെ നോക്കുമ്പോൾ ഇത്ര കുറവാണ് എന്നുള്ള പോയിന്റ്സ് ഒക്കെ കൊണ്ടുവരാം. ആൻഡ് IR റിലേഷൻസ് വരുമ്പോഴും ഒരു ഡിപ്പെൻഡൻസ്, ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്കൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് കൊണ്ടുവരാം. ആൻഡ് ദെൻ ഓൾദോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വല്ലൊരു എന്താ പറയാ, ഇതില് ഹിസ്റ്ററി റിലേറ്റഡ് അല്ലേ, ഇതിൽ വേ ഫോർവേഡ് അല്ല, ഇതിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആണ് വേണ്ടത്. കൺഫ്യൂഷൻ വരും
ഇതിനൊന്ന് സമ്മറൈസ് ചെയ്തു. ഓൾദോ ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വി വെർ ഏബിൾ ടു മാനേജ്. അതായത് ഒരു നമ്മളിപ്പോ ഒരു ആൻഡ് ദെൻ നിങ്ങൾക്ക് എക്കോണമിയായിട്ടൊക്കെ കണക്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു ഇത്ര ലാർജസ്റ്റ് എക്കോണമി ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര താഴേക്ക് പോയല്ലേ. ആ അതെ, അത് വേണമെങ്കിൽ അത് വേണേ മാറ്റാം, വേറെ എന്തെങ്കിലും പറയാം. നമ്മൾ സ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ GDP ഒക്കെ കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ആ സോ പറയാം. പിന്നെ നിങ്ങൾ ഗ്രോത്ത് റേറ്റ് ഒക്കെ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോ പോട്ടെ. നമ്മളിപ്പോ CS കണ്ടു നോക്കും, അത്രത്തോളം മറ്റ് CS ൽ നിന്ന് സ്വന്തം കളക്റ്റാകുമ്പോ അത് കൺക്ലൂഷനിലേക്ക് വരുമ്പോ ഒരു പോയിന്റ് ഒക്കെ കൊടുക്കും, പ്രശ്നമില്ല. ബാക്കി നമ്മുടെ മേജർ സാധനം ഫുള്ള് ഇതായിരിക്കും. അതായത് നമ്മുടെ ഒരു കൺസെപ്റ്റില് നമ്മുടെ ആൻസർ എഴുതുമ്പോൾ നമ്മുടെ ടുവേർഡ്സ് എന്റെ വരും. നമ്മൾ ഇതിന്റെ അകത്ത് വേറൊന്നും പറഞ്ഞില്ല, കൂടുതലും നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ്. നമ്മള് അതാ പറഞ്ഞത്, അതിനകത്ത് നമുക്ക് സ്പെസിഫിക് എക്സാമ്പിൾസ്, സ്പെസിഫിക് ആൾക്കാരെ ആ സമയത്ത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ആൻസർ ആയി മോഡേൺ ഇന്ത്യ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ പറഞ്ഞ എന്താ, അതില് നമ്മൾ ആ ജസ്റ്റ് കീവേഡ്സ് ഉപയോഗിക്കുക. ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് അല്ലെങ്കിൽ മറ്റേ ആ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അങ്ങനെ കുറെ കീവേഡ്സ് ജസ്റ്റ് നിങ്ങൾ ChatGPT യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് റിലേറ്റഡ് കീവേഡ്സ് തരാൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് കുറെ കിട്ടും, എഴുതി വെക്കുക. നിങ്ങളുടെ ആൻസറിൽ ഇഷ്ടം പോലെ മറ്റു കുട്ടിനെ പീരീഡ് ഇടുന്ന പോലെ എല്ലാവർക്കും കൊണ്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു അതിന്റെ ആയി കിട്ടും. ആൻഡ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒരു ഇത്രയധികം ചലഞ്ച് ഉണ്ടായിട്ട് നമ്മൾ നല്ല രീതി, അതായത് ഒരു അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ഡെമോക്രസി തന്നെ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ വരുമ്പോൾ നമുക്ക് ഡെമോക്രസിയുടെ കാര്യം പറയാം. അപ്പം ആ സമയത്തുള്ള എല്ലാ രാജ്യങ്ങളും തകർന്നു പോയിട്ട് ലൈക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാഞ്ഞിട്ട് പോലും നമ്മൾ നല്ല രീതിയിൽ ഇതായതാണ്. അപ്പം മറ്റേ ഏതോ ഒരു വൈസ്രോയി പറയുന്നില്ലേ, ലൈക്ക് നമ്മളൊരു ബാൽക്കനൈസേഷൻ ഉണ്ടാവും, ഇന്ത്യ ഇങ്ങനെ ബിൽ വിത്ത് അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു ഏതോ ഒരു വൈസ്രോയി പറയുന്നത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാം. അപ്പൊ അതും മോഡേൺ ഇന്ത്യയുടെ ആൻസർ അല്ലേ. അപ്പൊ ആ ആളെ നമ്മൾ കൊണ്ടുവന്നില്ല. സോ അങ്ങനെ ലിങ്ക് ചെയ്ത് ആൻഡ് നമ്മൾ സ്പെസിഫിക് എപ്പോഴും നമ്മൾ ആ ഒരു സബ്ജക്റ്റിനുള്ളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ബട്ട് നമുക്ക് പോയിന്റ് ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പോയിന്റ് ഒക്കെ കൊണ്ടുവരാം. അത്രയും. ആൻഡ് എനിക്ക് തോന്നുന്നു പോസ്റ്റ് മോഡേൺ ഇന്ത്യ അങ്ങനെ വേറെ അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ പോസ്റ്റ് മോഡേൺ ഇന്ത്യ എന്ന് ചോദിക്കാൻ പറ്റുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വരുമ്പോ മെയിൻ ആയിട്ടും ടോപ്പിക്സ് തന്നെ വരുന്നത് പാർട്ടീഷൻ ആൻഡ് നേഷൻ ബിൽഡിംഗ്, അതായിരിക്കും ഫസ്റ്റ് വരുന്നത്. ആ ഒരു ആഫ്റ്റർ മാത്ത്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഉണ്ട്, അതിന്റെ ഇന്റഗ്രേഷൻ എന്താ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളുടെ ആൻസർ ഭയങ്കര, അതായത് ആ ഞാൻ പറഞ്ഞല്ലോ മൈക്രോ ടോപ്പിക്സിന്റെ വല്ല പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ഇങ്ങനെ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് തന്നെ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് എന്റെ മീൻ. അപ്പം ഇതിലിങ്ങനെ ഞാൻ പണ്ടെടുത്തൊരു പ്രിന്റ് ഔട്ട് എടുത്ത സാധനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ലിംഗ്വിസ്റ്റിക് റീജിയണലിസം, ക്യാൻ യൂസ് എ കീവേഡ്, നല്ല കീവേഡ് അല്ലേ, നല്ല രസമല്ലേ, അപ്പൊ അത് ഉപയോഗിക്കാം. അത് പറയുന്നുണ്ട്. പിന്നെ ഇഷ്യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ട്രൈബൽ കൺസോളിഡേഷൻ, റീജിയണൽ ആസ്പിറേഷൻസ്, ഇതൊക്കെ ഒരു വേർഡ്സ് വീതം കൊണ്ടുവരാം. പിന്നെ ഫോറിൻ പോളിസിയിൽ നോൺ അലൈൻമെന്റ് പറയുന്നുണ്ട്, പഞ്ച്ഷീൽ കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ ഇഷ്യൂസിൽ വേണമെങ്കിൽ പിന്നെ നമ്മൾ അതിനുശേഷം വാറും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു പ്രശ്നമാണത്. കെൻ മെൻഷൻ അബൌട്ട് ദാറ്റ് 2 വാർ, ലൈക് 2 അല്ലെ 3 വാർ വരുന്നുണ്ടല്ലോ, ഇൻഡോ ചൈന ആൻഡ് ഇൻഡോ പാക് വാറുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാം ചലഞ്ചസിൽ. പിന്നെ ഓക്കെ, ഇതിനകത്ത് ന്യൂക്ലിയർ പോളിസി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എക്കോണമി വരും. ഓക്കെ, പ്ലാൻ ഡെവലപ്മെന്റ്, ഗ്രീൻ റെവല്യൂഷൻ, നമ്മൾ മിസ് ചെയ്ത സാധനങ്ങൾ, ഗ്രീൻ റെവല്യൂഷൻ, ഓപ്പറേഷൻ ഫ്ലഡ്, കോപ്പറേറ്റീവ്സ് മൂവ്മെന്റ് കാര്യങ്ങൾ പറയാം. അഗ്രേറിയൻ ലാൻഡ് റിഫോംസ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അത് ലാൻഡ് റിഫോംസ് കൊണ്ടുവരാം. ഇൻഡസ്ട്രിയൽ റിഫോംസ് കൊണ്ടുവരാം. പിന്നെ LPG പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ്, വേണമെങ്കിൽ ലിങ്ക് ചെയ്യാമെന്നേ ഉള്ളൂ. പൊളിറ്റി പറയുമ്പോഴത്തേനും ലൈക്ക് പല ചേഞ്ചസും വന്നു, എന്താ പറയാ, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് വന്നു, റീജിയണൽ പാർട്ടീസ് വന്നു, അങ്ങനെയുള്ള കാര്യം ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ. പിന്നെ യു ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് ദി ലൈക് സോഷ്യൽ ഇഷ്യൂസ്, കമ്മ്യൂണലിസം വന്നു, കുറെ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നക്സലിസം, പിന്നെ ഈ സസഷനിസ്റ്റ് ഐഡിയാസ് ഒക്കെ പിന്നെയും വരുന്നുണ്ട്. അതൊക്കെ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ആ ഒരു കൺസോൾട്ടേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാതിന്റെ പ്രശ്നങ്ങളായിട്ട് വേണം ചലഞ്ചസിൽ കൊണ്ടുവരാം. സോ ഇങ്ങനെ സോ ഇത് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ആ പറഞ്ഞ
ഇതേപോലെ എടുത്ത മൈക്രോ സിലബസ് എന്നാണ്. അപ്പൊ അത് തന്നെ നിങ്ങളെ പോയിന്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിലബസ് പിവൈക്കും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ട്. സോ ഇപ്പൊ നമ്മള് മോഡേൺ ഇന്ത്യ, പോസ്റ്റ് മോഡേൺ ഇന്ത്യ, ഇന്ത്യൻ ഇതും വന്നു. ഇനി വേൾഡ് ഹിസ്റ്ററി വരും. വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഇപ്പോഴത്തെ പ്രിലിംസിന്റെ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് എന്ന് പറയില്ല. അപ്പൊ അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും ഒരിക്കലും തള്ളിക്കളയേണ്ട, നോക്കാനുള്ള ടോപ്പിക്സ് എല്ലാം നോക്കിയിട്ട് തന്നെ പോവാം. അപ്പം അതിന് വേൾഡ് ഹിസ്റ്ററിക്ക് ഞാൻ റെഫർ ചെയ്ത് ആക്ച്വലി ഞാൻ ഇത്ര ചെയ്തു. ഒന്ന് പിവൈക്യു നോക്കി നമുക്ക് കാര്യങ്ങൾ കിട്ടി, അതേപോലെ തന്നെ സിലബസ് നോക്കി. ബട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കിയത് ഫുൾ ChatGPT വെച്ചിട്ട്. എന്റെ വേൾഡ് ഹിസ്റ്ററി അങ്ങനെയായിരുന്നു. കാരണം ഞാൻ ഓരോ ഇവന്റ് എടുത്തു, ജസ്റ്റ് ആ ഇവന്റിന്റെ സിഗ്നിഫിക്കൻസ് ഇങ്ങനെ UPSC മോഡൽ തന്നെ കൊടുത്തു, സിഗ്നിഫിക്കൻസ് കൊടുത്തു, ഇയർ, മേജർ, അതിൽ നിന്നാണ് ഓരോ അമേരിക്കൻ റവല്യൂഷൻ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, അതിലല്ലേ ബോസ്റ്റൺ ടീ പാർട്ടി അതൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ ഇയർ വെച്ചിട്ട് വരിക. അതേപോലെ തന്നെ പല കീവേഡ്സ് ഉണ്ട്, മെർക്കന്റലിസം, അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ ആൻസറിൽ വരണം. അപ്പൊ അത് വേൾഡ് ഹിസ്റ്ററി ആൻസർ ആയി. അപ്പൊ അതില് അങ്ങനെ ഓരോ മേജർ വെച്ച് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് എന്തൊക്കെയാ, പിന്നെ ഇന്റർവാർ പീരീഡ്, ലൈക് World War I, World War II. അപ്പൊ ഇവിടെയും സ്കോപ്പ് ഉള്ളത് എന്താ, നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. ഇപ്പം ഈവൻ ദേ ആർ ആസ്കിങ് അബൌട്ട് ലൈക് ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിന്റെ ഫെയിലിയർ കാരണമാണ് World War II വന്നത്, ആൻഡ് ദെൻ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ UN കൊണ്ടുപോകും. സോ അങ്ങനെ ലിങ്ക് ചെയ്യാം. അടുത്ത ഇവന്റുമായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേൾഡ് ഹിസ്റ്ററി. ആൻഡ് വേൾഡ് ഹിസ്റ്ററിയിലെ ഇപ്പൊ നമുക്ക് ടോപ്പിക്സ് വരുവാണെങ്കിൽ തന്നെ ഇവിടെ സോ റിനൈസൻസ് ഉണ്ട്, ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ അതിനൊക്കെ നമുക്ക് നോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ നേരത്തെ യൂസ് ചെയ്ത പോലത്തെ ഫ്രെയിം വർക്കുകൾ ഉണ്ടാകും. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തുകൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു, അതായത് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. പിവൈക്കോ ആയിരുന്നു അതോ അറിയില്ല. ബട്ട് വൈ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് പോലും ഉണ്ടല്ലോ ഈ പറഞ്ഞ പല കാര്യങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ യു ക്യാൻ ഫ്രെയിം ഇറ്റ് ലൈക്ക് അവിടുത്തെ അന്നത്തെ പോസിബിൾ പൊളിറ്റിക്കൽ സിസ്റ്റം പറയാം. ഹൊണാർക്കി ഇതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ലൈക് പ്രൈവറ്റ് സെക്ടറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ് കൊണ്ടുവരാം. സോഷ്യൽ കാര്യങ്ങൾ കൊണ്ടുവരാം, എക്കണോമിക്, അവരുടെ റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി, അവരുടെ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫാക്ടർ, ഇത് GS1 ആണ്, ജോഗ്രഫി ആയിട്ട് ലിങ്ക് ചെയ്യാം, അവർക്ക് കണക്ട് ചെയ്യാം. പിന്നെ അവരുടെ ഡെവലപ്മെന്റ്സ് ആ സമയത്ത്, പിന്നെ അവരുടെ കോളനീസ് എല്ലാം തന്നെ റിസോഴ്സ് റിച്ച് ആയിരുന്നു. സോ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പോസിബിൾ ക്വസ്റ്റ്യൻ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഹാപ്പൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ജപ്പാൻ. ഇംഗ്ലണ്ടിൽ വന്ന പോലെ അല്ലല്ലോ ജപ്പാനിൽ നടന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യം. സോ ഇതിനൊക്കെ പോയിന്റ്സ് മാക്സിമം ഇതിന് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും, അതായിരിക്കും ഏറ്റവും നല്ലത്. സോ പോസിബിൾ ഇന്ന് എന്റെ ടോപ്പിക്സ് ആണെന്ന് അറിയാം, അപ്പൊ അതിനെ ലിങ്ക് ചെയ്ത് വരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ മേജർ അമേരിക്കൻ റവല്യൂഷൻ കൊണ്ടുവരാം, ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ, പിന്നെ നാഷണലിസം ഇൻ യൂറോപ്പ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ജർമ്മനി, അങ്ങനെ കുറെ കാര്യങ്ങൾ. ക്യാപിറ്റലിസം, കൊളോണിയലിസം, ഇമ്പീരിയലിസം, ഇത് World War I. അപ്പൊ അതില് ഈ സിലബസിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് World War I ചോദിക്കാം. അപ്പൊ അതിന്റെ ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ, ടൈം പീരീഡ് ആയിരിക്കും ഒബ്വിയസ്ലി. ആൻഡ് അതിന്റെ കോഴ്സ് എന്താ, അത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട്. പിന്നെ അതിൽ നടന്ന മേജർ ഇവന്റ്സ് എന്തായിരുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ട്രിഗറിങ് ഇവന്റ് എന്തായിരുന്നു, അത് കൊടുക്കാം. ആൻഡ് എങ്ങനെയായിരുന്നു പവർ, ഒരു അലൈൻമെന്റ് എങ്ങനെയായിരുന്നു, രണ്ട് പവേഴ്സ് വന്നത് എങ്ങനെയായിരുന്നു, ആൻഡ് എന്തൊക്കെയാണ് മേജർ ഇവന്റ്സ് നടന്നത്. സോ അത് നോട്ട് ചെയ്യാം. ഇനി വാട്ട് ആർ ദ കോൺസിക്വൻസ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവലിലുള്ള കോൺസിക്വൻസ് എന്തായിരുന്നു, ആൻഡ് എന്തായിരുന്നു അതിനുശേഷം നടന്ന ഒരു അത് സോൾവ് ചെയ്യാനായിട്ട് നടന്ന എഫേർട്സ്, ലൈക് ലീഗ് ഓഫ് നേഷൻസും കാര്യങ്ങളും മെൻഷൻ ചെയ്യാം. ഇതിനകത്തൊക്കെ ആ മേജർ ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഭയങ്കര യൂണീക്ക് ആയിട്ടിരിക്കും. സോ അങ്ങനെ വർക്ക് ചെയ്യാം. പിന്നെ ഓക്കെ, സോ ആ കാര്യങ്ങൾ കൊണ്ടുവരാം. ആൻഡ് ഇവിടെ ഒരു ലിങ്കേജ്, നമ്മുടെ നാഷണൽ മൂവ്മെന്റും വേൾഡില് ആ സമയത്ത് നടന്ന ഇന്റർനാഷണൽ ഇവന്റ്സും തമ്മിൽ ഒരു ലിങ്ക് ചെയ്തിട്ട് യു ക്യാൻ പ്രിപ്പയർ നോട്ട് ഓൾസോ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. പല നാഷണൽ മൂവ്മെന്റ്സ്, ഇപ്പൊ ഈവൻ ജപ്പാൻ റഷ്യനെ അറ്റാക്ക് ചെയ്തതൊക്കെ ആ സമയത്ത് ഒരു വലിയ റിമാർക്കബിൾ കാര്യമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. സോ എങ്ങനെയാണ് ഓരോന്നിലും നമ്മൾ ഇൻസ്പിറേഷൻ കിട്ടിയത്, പിന്നെ കുറെ ഐഡിയാസ് വന്നത്. ഇപ്പം ഈ World War I എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല മറ്റേത് വന്നു, എന്താ പറയാ, ഇപ്പൊ ഫാസിസം, നാസിസം, അങ്ങനെ പല, ഇപ്പൊ സോഷ്യലിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടായി, അങ്ങനെ പല ഐഡിയോളജീസ് ഡെവലപ്പായി, ഐഡിയോളജീസ് പറയാം. സോ അങ്ങനെ നിങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കി വെക്കും. അത് പറയാം. World War I കഴിഞ്ഞാൽ വേൾഡ് ബിറ്റ്വീൻ ആ രണ്ട് വാറിനും ഇടയ്ക്ക് നടന്ന കാര്യം, അതിലാണ് നമ്മുടെ ഈ
ഈ മേജർ ലൈക്ക് നമ്മുടെ യൂറോപ്പില് വാറിന് ശേഷം ഫാസിസം നാസിസം വന്ന കാര്യം, ഗ്രേറ്റ് ഡിപ്രഷന്റെ കാര്യം പറയണം, എമർജൻസ് ഓഫ് സോവിയറ്റ് യൂണിയൻ, സോഷ്യലിസം ആ കൺസെപ്റ്റിനെ പറ്റി പറയണം, ആഫ്രിക്കയിലും ഏഷ്യയിലും നടന്ന നാഷണൽ മൂവ്മെന്റ്സ്, പിന്നെ US ഒരു പവർ, ഈ ഒരു സമയം ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോൾ തന്നെ US ഒരു പവർ സ്ട്രക്ചർ ആയിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ അപ്പൊ അതൊരു ഈ ഒരു ഫ്രെയിം വർക്ക് കിട്ടിയത് ഈ മൈക്രോ സിലബസിൽ നിന്നാണ്. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഒരു ഓർഡർ ആൻഡ് ദെൻ യു ക്യാൻ ഗോ ടു ദ വേൾഡ് വാർ ടു. സിമിലർലി നമുക്ക് ആ ടൈം പീരീഡ്, കോസസ് എന്തായിരുന്നു, ട്രിഗറിങ് ഇവന്റ് എന്തായിരുന്നു, പവർ അലൈൻമെന്റ് എങ്ങനെയായിരുന്നു പാർട്ടിസിപ്പേഷൻ വന്നത്, മേജർ ഇവന്റ്സ് അതിന്റെ ഇടയ്ക്ക് നടന്നത്, ആൻഡ് ഓൾസോ കോൺസിക്വൻസ്, സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ അങ്ങനെയുള്ള എല്ലാ കോൺസിക്വൻസ്, എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓൾസോ യു ക്യാൻ മെൻഷൻ. ഇതെല്ലാം പറയാം. ആഫ്റ്റർ എഫക്ട്സ് പറയാം, അതിന് ആ സമയത്ത് നടന്ന മൂവ്മെന്റ്സ്, റിനൈസൻസ് മൂവ്മെന്റ്സ് കാര്യങ്ങൾ പറയാം, ഹോളോകോസ്റ്റ് എവറിത്തിങ് മെൻഷൻ ചെയ്യാം. സോ ഇങ്ങനെ ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം പോയിന്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. അത് നിങ്ങളെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആൻസർ യൂണീക്ക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് ഭയങ്കര എളുപ്പമാണ്, കുറച്ചേ ഉള്ളൂ വേൾഡ് ഹിസ്റ്ററി. ഒരു റെഡിമെയ്ഡ് നോട്ട് ഉണ്ടാക്കി വെക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് പിന്നെ ഡീകോളനൈസേഷൻ, റിഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, ലൈക്ക് വേൾഡ് വാർ ടൂവിന് ശേഷം നടന്ന കാര്യങ്ങൾ, കോൾഡ് വാർ പീരീഡ്, പിന്നെ ഏഷ്യ ആഫ്രിക്ക അതിന്റെ ഒരു റൈസ് കാര്യങ്ങൾ വരുന്നുണ്ട്, വെസ്റ്റ് ഏഷ്യയിലും നോർത്ത് ആഫ്രിക്കയിലും നടന്നത്, കമ്മ്യൂണിസത്തിന്റെ സ്പ്രെഡ്, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, ഇതൊക്കെ നോട്ട് ചെയ്യാം. കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, ക്യൂബൻ ക്രൈസിസ്, കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ, ലൈക്ക് ഇങ്ങനെ വരും. ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ്, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ എനിക്ക് 2014 ഒരു PYQ ഞാൻ കണ്ടത് സുവേസ് ക്രൈസിസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1956 ഫൈനൽ ബ്ലോ ടു ബ്രിട്ടൻ സെൽഫ് ഇമേജ് ആസ് എ വേൾഡ് പവർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട്. 2023 സോഷ്യോ എക്കണോമിക് എഫക്ട്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ ഇൻ ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. അത് ഒരു സ്ഥലം മാത്രമേ, നമുക്ക് ഇന്ത്യയാണ് നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പല സ്ഥലം പറയണം. അപ്പൊ അത് പക്ഷെ നിങ്ങൾക്ക് ജനറൽ പോയിന്റ്സിന് ലിങ്ക് ചെയ്യാം. എല്ലാം തന്നെ ഒന്ന് റോ മെറ്റീരിയൽസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഇതേപോലെ തന്നെ ഇത് ആ കോളനൈസ് ചെയ്ത രാജ്യത്തിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തു, എക്കണോമിക് ലൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈക്ക് അങ്ങനെ കുറച്ച് പോയിന്റ്സ് വരാം. ആൻഡ് ലേറ്റർ യു ക്യാൻ ഓൾസോ കണക്ട് വിത്ത് അവിടുത്തെ എന്തെങ്കിലും റിനൈസൻസ് അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഇന്റലിജൻസ് ഒക്കെ അതിൽ ഇന്ത്യൻ എക്സാമ്പിൾ കൊടുക്കാം. സോ പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രമിക്കേണ്ടത് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കാം. ഇന്ത്യ മാത്രം പറയാതെ വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ കോളനീസിലൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾസ് അറിയാമെങ്കിൽ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ആൻഡ് അതുകൂടാതെ എനിക്ക് തോന്നുന്നു 2017 ഡീകോളനൈസേഷൻ ഓഫ് മലയൻ പെനിൻസുല അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് വാസ് ലൈക്ക് പിന്നെ ഒരു 2015 വൈ ജർമ്മനി ഈസ് റെസ്പോൺസിബിൾ ഫോർ 2 വേൾഡ് വാർസ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്പെസിഫിക് പോയിന്റ്സ് അറിയുന്നതായിരിക്കും ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പോയിന്റ് ഉണ്ടാക്കേണ്ടത് വരും. സെക്കൻഡ് വേൾഡ് വാറിന്റെ പിന്നെയും നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നാസി പരിപാടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഫസ്റ്റിന് വരുമ്പോൾ യു ഷുഡ് നോ എങ്ങനെയാണ് അത് തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് അതുകൂടാതെ എനിക്ക് തോന്നുന്നു കുറെ ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ഉള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓരോ വർഷത്തെ എടുത്തിട്ട് ഇതുവരെ ചോദിച്ചിരിക്കുന്ന വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്, nationalist movements in Asia and Africa, political, economic, and social developments in the world motivated anti-colonial struggle in India. അതാണ് വേൾഡിൽ നടന്ന ആ മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഇന്ത്യയിലെ ആ സ്ട്രഗിളില് മോട്ടിവേഷൻ വന്നത്. അപ്പൊ നിങ്ങൾ ആ രണ്ട് സൈഡും പറയണം. ബാക്കി ഓൾ ഓഫ് ദ വേൾഡ് നടന്ന പല കാര്യങ്ങളും പറയണം. ആൻഡ് ദെൻ കണക്ട് ഇറ്റ് വിത്ത് ദിസ്. സോ ഇതാണ് വേൾഡ് ഹിസ്റ്ററിയിലെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ കംസ് ഇന്ത്യൻ സൊസൈറ്റി വരും. സൊസൈറ്റി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ട്രൈ ടു ബ്രിങ് ഇൻ മാക്സിമം കീവേഡ്സ്. ഇതില് ട്രൈ ടു ബ്രിങ് ഇൻ മാക്സിമം സൊസൈറ്റി റിലേറ്റഡ് കീവേഡ്സ്. ഇതില് സോഷ്യോളജി ഓപ്ഷനുകാർക്ക് നമുക്കൊരു കുറച്ച് പോയിന്റ്സ് വേണമെങ്കിൽ അതിന് കിട്ടും. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പക്ക ഭയങ്കര സോഷ്യോളജി ടേംസിലേക്ക് പോവാതെ അല്ലാതെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് എന്താ സോഷ്യൽ മൊബിലിറ്റി ക്യാൻ യൂസ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ വരുന്ന ടേംസ്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള ടേംസിലേക്ക് വരിക. അതായത് ഭയങ്കര തിയറിറ്റിക്കൽ ആയിട്ട് പോവാതെ എങ്ങനെ മേജർ ആയിട്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഇപ്പം
ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, മാരേജ് ഇൻ ഇന്ത്യൻ സൊസൈറ്റീസ് ഈസ് എന്ത് വിറ്റ്നസിങ് എ ചേഞ്ച്, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ ഒരു ചേഞ്ച് പറയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. സോ യു ക്യാൻ തിങ്ക് ലൈക്ക് ഓക്കെ മാരേജ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോയിന്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യും? നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് എന്തായിരിക്കും? എന്തെങ്കിലും പോയിന്റ്സ് മാറിക്കൊണ്ടിരിക്കും. അതെ, പല മാരേജസ് ഉണ്ട്, ലൈവ് ഇൻ റിലേഷൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഫോംസിൽ പറയുന്നത് ഇപ്പൊ ഹോമോസെക്ഷൽ കപ്പിൾസ് ലിവിങ് ടുഗെദർ, അങ്ങനെ കുറെ ആ എന്തോ അതെ, ഡിങ്ക് ഫാമിലി, ഡബിൾ ഇൻകം നോ കിഡ്സ് ഫാമിലി, അങ്ങനെ പല പല ഫോംസിൽ ഇവോൾവ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് പറയാം. ആൻഡ് ഇപ്പം മാരേജ് എന്ന് പറയുന്നത് നേരത്തെ കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിറ്റി ഇവന്റ് ആയിട്ട്, അതായത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രണ്ട് ഫാമിലീസ് കൂടി ചേർന്ന്, ഇപ്പൊ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണം. ഡെസ്റ്റിനേഷൻ വെഡിങ്സ് വരുന്നുണ്ട്. നേരത്തെ ഒക്കെ ടെമ്പിൾ അങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ് വന്നു. തിങ്ക് ലൈക്ക് ഒരു തിങ്ക് ചെയ്യാൻ എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുമ്പോൾ ചോയ്സ്, പേഴ്സണൽ ചോയ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. അപ്പൊ നമ്മളാണ് കൂടുതൽ ഇപ്പം ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിന്റെ റോള് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ ഇപ്പം ഡിഫറെന്റ് ഫോംസ് പറയാം, അല്ലെങ്കിൽ ഫാമിലിന്റെ പെർസ്പെക്റ്റീവില് പറയാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡിങ്ക് ഫാമിലി കൊണ്ട്, ഡബിൾ ഇൻകം നോ കിഡ്സ് ഫാമിലി, അതൊക്കെ കൊണ്ടുവന്നു. സോ ആ കൺസെപ്റ്റ് വരാം. പിന്നെ ഇതിൽ തന്നെ മാരേജ് ഏജ് കൂടുവാണ്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ആൾക്കാർ പേഴ്സണൽ ആസ്പിറേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാരേജ് ഏജ് കൂടുന്നു. ആൻഡ് പിന്നെന്താ, ആ ഒരു മാരേജിനെ കാണുന്ന ഒരു രീതി. പിന്നെ നമുക്ക് വരും ഫാമിലി വന്നിട്ട് സോഷ്യൽ, പണ്ട് കണ്ടിരുന്ന ഒരു രീതിയല്ല, കുറച്ചുകൂടെ എന്താ ഇതൊരു സോഷ്യൽ ഇവന്റ് പോലെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഇതേപോലെ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് വരുന്നു. ആൻഡ് കുറച്ചുകൂടി നമ്മൾ ഇന്റിമേറ്റ് വെഡിങ് അത് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ ആ കീ ടേംസ് കൊണ്ടുവരാം, നിങ്ങളുടെ എക്സാമ്പിൾസ്, നിങ്ങളുടെ റിയൽ ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് കൊണ്ടുവരാം. പിന്നെ റിലീജിയൻ വരുമ്പോ എന്താ, മാരേജ് പലപ്പോഴും ഒരു നമ്മൾ ആ ഒരു എന്തൊരു ഇങ്ങനെ കറങ്ങില്ലേ, അതിന് പറയില്ലേ, സപ്തപതി, അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അപ്പം റിലീജിയസ് പറയുമ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ എന്താ പറയാ, ഇപ്പം രജിസ്റ്റർ മാരേജസ് ഒക്കെ വരിക. അപ്പൊ അതിൽ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് മെൻഷൻ ചെയ്യാം, യു ക്യാൻ മെൻഷൻ ചെയ്യാം. പിന്നെ റിലീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വി ക്യാൻ പൊളിറ്റിക്കൽ ആയിട്ട് വരുമ്പോഴാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് വന്നിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ അതിൽ പൊളിറ്റിക്കലില് നിങ്ങൾക്ക് അവിടെ പോയിന്റ് കൊണ്ടുവരാം. പിന്നെന്താ, പിന്നെ മാരേജിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാവഗന്റ് മാരേജസ് ഇപ്പൊ വരുന്നുണ്ട്. ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്ന സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് മാരേജ് ഇവോൾവ് ആയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പറയാം. അതുപോലെ ഒരു എക്കണോമിക് ആസ്പെക്ട്, മാരേജിന്റെ ഒരു എക്കണോമിക് ആസ്പെക്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. ലൈക്ക് ഒരു കമ്മിറ്റ് അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് എന്നുള്ളതിനേക്കാൾ ഉപരി അതിലൊരു എക്കണോമിക് ആസ്പെക്ട് ആണ് പറയുന്നത്, അല്ലെ? അതായത് ഗോൾഡും ലൈക്ക് ഭയങ്കര വലിയ എന്താ പറയാ സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതെ അതെ അതെ, രണ്ട് കാര്യം പറയാം. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര 6 പോയിന്റ്സ് ആയി. ഒരു പോയിന്റ് ബിൽഡ് ചെയ്യാനുള്ള എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. നിങ്ങൾ ഇതിന്റെ അടുത്ത സൈഡും പറയണം കേട്ടോ. അതായത് ഇപ്പൊ ഒരു സൈഡിൽ നിങ്ങൾ മാരേജ് ഇങ്ങനെ ചേഞ്ചസ് നിങ്ങൾ പറയാം. ചേഞ്ചസ് ആണ് ഇതിൽ എക്കണോമിക് സ്ഫിയറിൽ നിങ്ങൾക്ക് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട്. അതേസമയം ആളുകൾ ഇതേപോലെ നോബോർഡ് വെഡിങ്ങിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. 2 പോയിന്റ്സും കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുകൂടാതെ എന്താ പറയുക, എന്തെങ്കിലും വെറൈറ്റി ഈ ഇന്റർനാഷണൽ മാരേജസ്, അതിന് ലാവൻഡർ മാരേജ് അങ്ങനെ എന്തോ പറയുന്നത്. ഇന്റർനാഷണൽ, അതായത് നമ്മൾ പാർട്ട്നേഴ്സിനെ പുറത്തുള്ള രാജ്യത്തു നിന്നുള്ള പാർട്ട്നേഴ്സിനെ ഒക്കെ ചൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ അതല്ലേ പിന്നെ അതാണോ ലാവൻഡർ മാരേജ്? ഓക്കെ ഓക്കെ, എനിക്കറിയില്ല. എന്തായാലും സംതിങ് ലൈക്ക് അങ്ങനെ ഉണ്ട് ഇന്റർനാഷണൽ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു, അതിന് എന്തോ ഒരു പേരുണ്ട്. എന്തായാലും ട്രാൻസ്നാഷണൽ മാരേജ് അങ്ങനത്തെ ഒരു സംതിങ് ഒരു സെക്കൻഡ് ഒരു ഓക്കെ വാട്ട് ഇതാണ് ഐഡിയ. ഇന്റർനാഷണൽ കപ്പിൾസ് ആയിരിക്കും വരിക. അതൊക്കെ ഇപ്പൊ വന്നതല്ലേ, നേരത്തെ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു. ആൻഡ് അത് കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ 7 പോയിന്റ് ആയി. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് 7 പോയിന്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ്സ് ബിൽഡ് ചെയ്യാം. നിങ്ങൾ അടുത്ത സൈഡും പറയാം. അപ്പം ഞാൻ പറഞ്ഞു മാരേജ് ചേഞ്ച് ആണ്. ഞാൻ പറഞ്ഞ അപ്പൊ നിങ്ങൾ അടുത്ത ബട്ട് സ്റ്റിൽ മാരേജിന് ഇപ്പോഴും ഒരു റെലവൻസ്. ഓക്കെ, അത് ഏതൊരു ഇതിന്റെ ആ ആ
എന്തോ ഒന്നാ പറയാം. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത് മാരേജസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റീസ് വിറ്റ്നസിങ് എ ചേഞ്ച്. അപ്പൊ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. മേ ബി ആ ഒരു രീതിയിൽ പറയാം. നിങ്ങൾ സൈഡിൽ പറയുമ്പോഴാണ് നിങ്ങൾ അപ്പൊ ഫസ്റ്റിലെ നിങ്ങൾ അതിനെ കട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ യെസ് ഞാൻ അംഗീകരിക്കുന്നു പറയാം. സെക്കൻഡ് പാർട്ട് നിങ്ങൾ പറയാം ബട്ട് സ്റ്റിൽ ഇത്രയും മാരേജസ് ഇപ്പോഴും അറേഞ്ച്ഡ് മാരേജസ് ആണ് എന്ന് പറയാം. പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഡെസ്റ്റിനേഷൻസിലേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗുരുവായൂർ ടെമ്പിൾ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആണ് എന്ന് പറയാം. അത് പറയാം. പിന്നെ ഇപ്പോഴും നമ്മൾ പല ടെമ്പിൾസും എന്താ കല്യാണങ്ങളിൽ പൂജാരിമാരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്താ ഓണർ കില്ലിംഗ് നമ്മൾ ഇന്റർ കാസ്റ്റ് മാരേജസ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. കാസ്റ്റിന്റെ ഡയമെൻഷൻ സോറി അതും കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇപ്പം ഇതൊരിപ്പം ഇന്റർനാഷണൽ കാര്യം കൊണ്ടുവന്നു. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാസ്റ്റിനെ കൊണ്ടുവരാം. കാസ്റ്റിൽ വരും ഇന്റർ കാസ്റ്റ് മാരേജസ് ഒക്കെ ഇപ്പൊ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയും. ആൻഡ് ഇപ്പോഴത്തെ സൈഡ് നിങ്ങൾക്ക് പറയാം ഹോണർ കില്ലിംഗ്. അതെന്താ കാസ്റ്റിന്റെ റിജിഡിറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പോയിന്റ് ആയി. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഡേറ്റ കൊടുക്കാം. ഇപ്പം ഒരു കേസ് ഒക്കെ ഉണ്ട് തമിഴ്നാട് ദിവ്യ ഇലവരസൻ കില്ലിംഗ് കേസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും NCRBന്റെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇപ്പോഴും സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട് മാരേജിന് എന്നുള്ള രീതിയിൽ പറയാം. can also mention like this commercialization of marriage, nayarmatrimony.com, izhavamatrimony.com, അതൊക്കെ ഇപ്പോഴും ആ കാസ്റ്റ് വെച്ചിട്ട് തന്നെ ട്രഡീഷണൽ എലമെന്റ്സിനെ തന്നെ പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എക്സാമ്പിൾസ് കൊണ്ടുപോകാം. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന എക്സാമ്പിൾസ് മാക്സിമം ഇന്ത്യൻ സൊസൈറ്റിയിൽ യൂസ് ചെയ്യാം. സോ അതായിരിക്കും ഈ ഒരു പേപ്പറിൽ നിങ്ങളെ യുണീക്ക് ആക്കി വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിലെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ടോപ്പിക് ഇഗ്നോർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു സോഷ്യോളജിക്ക് ഓപ്ഷനിലേക്ക് നമ്മൾ എഴുതാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പോയിന്റ് ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ബ്രിങ് ദാറ്റ് പോയിന്റ് ആൻസർ ഓൾസോ ലൈക്ക് വെരി ഈസിലി. പെട്ടെന്ന് തിങ്ക് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ഇതേപോലെ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് കൺക്ലൂഷൻ വരുമ്പോൾ എന്താ രണ്ടും പറയാം. ഓൾസോ ലൈക്ക് ഇങ്ങനെ ഒരു ചേഞ്ചസും വരുന്നുണ്ട് ആസ് എ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് ഓൾസോ നിങ്ങൾക്ക് ഇത് മെൻഷൻ ചെയ്യാം. ജോയിന്റ് ഫാമിലി എന്നുള്ള ഒരു അത് മാരേജ് ആൻഡ് ഫാമിലി കണക്റ്റഡ് ആണ്. ജോയിന്റ് ഫാമിലി എന്നുള്ളതിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞു. അതില് എനിക്കൊന്ന് സെൻസസ് ഡേറ്റ ഒക്കെ വെച്ച് നോക്കും ന്യൂക്ലിയർ ഫാമിലീസിന്റെ ആണ് എണ്ണം കൂടിയേക്കുന്നത്. അങ്ങനെ കുറെ കാര്യം. ഡിവോഴ്സ് റേറ്റ് കൂടുതലാണ്, അതും പറയാം. ഡൈവോഴ്സ് റേറ്റ് ഇങ്ങനെ കൂടി വരുന്നു. കുറച്ചുകൂടെ കമ്പാനിയൻഷിപ്പിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കരിയർ അങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നു എന്നുള്ള പോയിന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് കൊണ്ടുവരാം. പിന്നെ കൺക്ലൂഷനിലേക്ക് വരും എന്താ പറയാ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഓക്കെ ഓൾദോ ഇത് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ആ ട്രഡീഷണൽ എലമെന്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. ആൻഡ് അങ്ങനെ നമുക്കൊരു PYQs വെച്ചിട്ട് നോക്കാം. വേറെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണമെങ്കിൽ ഓക്കെ. Okay, there is question like how does smart city in India address the issues of urban poverty and distributive justice? So ഇതൊരു സോഷ്യൽ ജസ്റ്റിസ് പ്ലസ് ഇന്ത്യൻ സൊസൈറ്റി കയറി വരുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹൗ ഡസ് സ്മാർട്ട് സിറ്റി ഇൻ ഇന്ത്യ അഡ്രസ് ദ ഇഷ്യൂസ് ഓഫ് അർബൻ പോവർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. അതായത് 10 മാർക്കേ ഉള്ളൂ. സോ നമുക്കത് ഒരുമിച്ച് തന്നെ അഡ്രസ് ചെയ്യാം. നമ്മുടെ അപ്പം നിങ്ങൾ ഞാനിപ്പോ എഴുതുകയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യനിലെ ആ ഹൗ ഡസ് എന്നുള്ളത് വെട്ടിയിട്ട് ബാക്കിയുള്ളതായിരിക്കും എന്റെ ഹെഡിങ്. നമ്മളിപ്പം സ്മാർട്ട് സിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാം എന്താണ്. ആൻഡ് ഗവൺമെന്റ് ഇങ്ങനെ സ്മാർട്ട് സിറ്റി മിഷൻ ഒക്കെ കൊണ്ടുവന്നത് അപ്പൊ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അർബൻ ഡെവലപ്മെന്റ് ഒരു എന്താ പറയാ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഇത് എൻഷർ ചെയ്യുന്ന ഒരു അർബൻ ഡെവലപ്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ആസ്പെക്റ്റിലും ഷെൽട്ടർ, സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എല്ലാ സാധനവും കൺസിഡർ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് സ്മാർട്ട് സിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഡയറക്ട്ലി 10 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് നേരെ ബോഡിയിലേക്ക് പോകുന്നു. അപ്പൊ അതിൽ ഞാൻ പറയും സ്മാർട്ട് സിറ്റി ഇൻ ഇന്ത്യ അഡ്രസ് ദി ഇഷ്യൂസ് ഓഫ് അർബൻ പോവർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ആൻഡ് ദെൻ പോയിന്റ്സ് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ പോയിന്റ് ആയിരിക്കും കൊടുക്കുക, എങ്ങനെയായിരിക്കും സ്മാർട്ട് സിറ്റി അർബൻ പോവർട്ടിനെ അഡ്രസ് ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ. ആൻഡ് യു കെൻ ഓൾസോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാർട്ട് സിറ്റി മിഷൻ ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി എന്നൊരു പരിപാടി കൊണ്ടുവന്ന് എന്തിനാ പ്രോപ്പർ പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് അവിടെ നിന്ന് വേണം പ്ലാനിങ്ങിൽ തുടങ്ങാം. ഒരു പ്ലാനിങ് അതായത് ഒരു ഈ മിഷന്റെ തന്നെ ഒരു ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് വഴി എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ്, അതായത് ഒരു സിറ്റിയിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഇതിനൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഇപ്പൊ നമ്മളിപ്പോ ഇൻഡോർ ഒക്കെ പറയില്ലേ, അതേപോലെ നല്ല നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഇൻഡോർ പറയാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇല്ലേ, നല്ല ഇപ്പം ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അതിനകത്ത് ഹരിതകർമ്മ ഒക്കെ മിക്സ് ചെയ്യാം. യു ക്യാൻ അതിൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ കോർപ്പറേഷൻ വർക്കേഴ്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻഡോറിൽ തന്നെ ഇങ്ങനെ അവരുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് അവർക്കൊരു പേരുണ്ട്, സംതിങ് പേര് അവർ പറയുന്നുണ്ട്. ഇതേപോലെ നമ്മളിവിടെ ഹരിതകർമ്മസേന പറയുന്ന പോലെ അവിടെ. സോ അതൊക്കെ എക്സാമ്പിളിലേക്ക് കൊണ്ടുവരാം. അർബൻ പോവർട്ടി അഡ്രസ് ചെയ്യും. അതേപോലെ തന്നെ അർബൻ ഏരിയയിൽ വരുമ്പോൾ എന്താ കുറച്ചുകൂടെ ഇത് കൊണ്ടുവരാം. ഇപ്പൊ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളും കൊണ്ടുവരുന്നു. ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് അധികം കൂടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊണ്ടുവരണം. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ജനറൽ പോയിന്റ് ആയിരിക്കും. മാക്സിമം എക്സാമ്പിൾസ് മേജർ സിറ്റീസ് വെച്ചിട്ട് എന്തെങ്കിലും നല്ല നല്ല പ്രോഗ്രാമിൽ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ GS4 വല്ല യൂസ് ചെയ്ത് ഏതെങ്കിലും നമ്മുടെ സിവിൽ സർവൻസിന് വല്ല എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. എന്നാലേ ഉള്ളൂ ഇതിന്റെ ആൻസർ ആയിട്ട് വരുള്ളൂ. കാരണം അല്ലെങ്കിൽ ഭയങ്കര കോമൺ അല്ലേ പോയിന്റ്. പിന്നെ എന്താ നിങ്ങൾക്ക് എഡ്യൂക്കേഷന്റെ കാര്യം പറയാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന കാര്യം പറയാം. പിന്നെ മാനുവൽ സ്കാവഞ്ചിങ് മാറ്റാനായിട്ട് നമ്മുടെ അതിലൊരു എന്ത് ബന്ദിപ്പൂട്ട് യു ക്യാൻ മെൻഷൻ അബൌട്ട് ദാറ്റ്, അത് കൊണ്ടുവരാം. പിന്നെ അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ഇത് രണ്ടും പറയാം. അപ്പൊ വിമൻ നമുക്ക് എടുക്കേണ്ട ആൾക്കാരൊക്കെ ആരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം. ഇതില് അർബൻ പോവർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പം അർബൻ പോവർട്ടി വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾ പ്ലാനിങ് തൊട്ട് തുടങ്ങാന്ന് വെച്ചു. പ്ലാനിങ് പറഞ്ഞു. ആൻഡ് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സ് എന്തൊക്കെയായിരിക്കും. നിങ്ങൾക്ക് സ്ലംസിനെ പറ്റി പറയാം. എങ്ങനെയാണ് സ്ലമ്മിന്റെ ഇഷ്യൂസ് എങ്ങനെയാണ് ഇവര് അഡ്രസ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ വേറെ എന്താ കൊണ്ടുവരാം. എന്തെങ്കിലും സ്കീം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാം അന്തേരിയില്. ഓക്കെ, യു ക്യാൻ മെൻഷൻ ധാരാവിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ നല്ല എക്സാമ്പിൾസ് അറിയാമെങ്കിൽ നിങ്ങൾ എന്നാലും ഞാൻ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ നോക്കാം. അപ്പൊ നിങ്ങൾ അറിയാമെങ്കിൽ ആഡ് ചെയ്യൂ. നല്ല എക്സാമ്പിൾസ് കൊണ്ട്. ഇപ്പൊ സ്ലം പറയാം, ചൈൽഡ് ലേബർ, ചിൽഡ്രന്റെ ഇത് വരെ ചൈൽഡ് ലേബർ തിങ്ക് ചെയ്യാം. പിന്നെന്താ ആൻഡ് കെൻ ഓൾസോ തിങ്ക് ലൈക്ക് മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ്. അപ്പം പിന്നെ മാനുവൽ സ്കാവഞ്ചിങ് ഇങ്ങനെ പോകും. 4 വരുമ്പോൾ ദളിറ്റ്സ് ആൻഡ് other marginalized communities. പിന്നെന്താ മാനുവൽസ്, ഇത് വരുമ്പോ ഇതിനകത്ത് മാനുവൽ സ്കാവഞ്ചിങ്ങിനെയൊക്കെ അഡ്രസ് ചെയ്യും. സ്കാവഞ്ചിങ്. പിന്നെ വിമൻ പറയും നിങ്ങൾക്ക് ഇതിലും ആ ഇന്റർസെക്ഷനാലിറ്റി കൊണ്ടുവരാൻ പറയാൻ പറ്റും. അത് ദളിത് വുമൻ ഓൾറെഡി ഉള്ളതും ദളിത് വുമൻ ആ ഒരു ഇന്റർസെക്ഷനാലിറ്റി ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇൻഫോർമൽ ലേബറേഴ്സ്, അവരെങ്ങനെയാണ് അവരുടെ ഇഷ്യൂ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഇൻഫോർമൽ വർക്കേഴ്സ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രാജസ്ഥാൻ എങ്ങാണ്ട് ഇൻഫോർമൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു കൊണ്ടുവന്നില്ല ബില്ലുണ്ട് പെൻഷൻ. അതൊക്കെ എക്സാമ്പിൾ അല്ല, നല്ല എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളാ പറഞ്ഞത്. ഇത് കൂടാതെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വേണമെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ തോന്നുന്നുണ്ടോ? വിമൻ പറഞ്ഞു, പിള്ളേരെ കാര്യം പറഞ്ഞു, ദളിറ്റ്സ്, ഇൻഫോർമൽ വർക്കേഴ്സ് പറഞ്ഞു. കണക്ട് ചെയ്യാം ഇതുമായിട്ട്.
വേണമെങ്കിൽ ലേബറേഴ്സ് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേബർ കോഡൊക്കെ മെൻഷൻ ചെയ്യാം, അതിലൊക്കെ സേഫ്റ്റി നെറ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേ ഫോർവേഡിൽ വരുമ്പോൾ ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇതിനകത്ത് ക്വസ്റ്റൻ എങ്ങനെയാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത് കൊണ്ടുവരാം. ഈ പോയിന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ കുഴപ്പമില്ല. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ ഇഷ്യൂസ് എങ്ങനെയാണ്, പക്ഷെ എന്താ പറയാ, ഭയങ്കര ഒരു സ്ട്രെസ്, ഇത്രയധികം ആൾക്കാർ അർബനൈസ് ഇത് മൈഗ്രേഷൻ, സോറി, അപ്പൊ മൈഗ്രേഷന്റെ ഒരു ഇത് വന്നിട്ട് മൈഗ്രേഷന്റെ ഇഷ്യൂ വരുമ്പോഴത്തേന് ഇവിടെ സ്ട്രെസ് കൂടുതൽ, അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിൽ സ്ട്രെസ് കൂടും. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിൽ ആ ഒരു സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ ആ ഇൻഫ്ര എന്നുള്ളത് ഒരു നല്ല പോയിന്റ് ആണ്. ആൻഡ് ദെൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം പോയിന്റ്സ് കിട്ടി. ആൻഡ് നിങ്ങളപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓക്കെ, സ്മാർട്ട് സിറ്റി ഇൻ ഇന്ത്യ അഡ്രസ് ദി ഇഷ്യൂസ് ഓഫ് അർബൻ പോവേർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ആൻഡ് നിങ്ങൾക്ക് ആ ഇക്കോളജിക്കൽ ഡിസ്ട്രസും വേണമെങ്കിൽ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എക്കോളജി എന്നൊരു ആസ്പെക്ടും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം, എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആസ്പെക്ട്. ആൻഡ് നിങ്ങൾക്ക് അടുത്ത സൈഡും പറയാം. ഇതിന് സ്റ്റിൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പം ഇപ്പോഴുമുള്ള സ്ലംസിന്റെയും ഒക്കെ ഇത് പറയാം. ആൻഡ് നേരെ വേണം ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയ നേരെ ഇതിന് നേരെ തിരിച്ചു ചിന്തിച്ചു. സ്റ്റിൽ ഇപ്പോഴും ഇന്ന പ്രശ്നങ്ങളുണ്ട്, സ്ലമ്മിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോഴും 90% മാനുവൽ സ്കാവൻഡിങ് ചെയ്യുന്നത് മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിനുള്ള ആൾക്കാരാണ്. പിന്നെ ഇത് അർബൻ ഫ്ലഡിങ് അങ്ങനെയുള്ളത് പ്രോപ്പർ പ്ലാനിങ്ങിന്റെ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അർബൻ ഫ്ലഡിങ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് പറയാം, അത് എക്കോളജിന്ന് നമുക്ക് തിങ്ക് ചെയ്യാം. ആൻഡ് ഇപ്പം ഇന്ന് ഈ അർബനൈസേഷന്റെ പ്രശ്നങ്ങളും പറയാം. ലൈക്ക് ഇവൻ ഉണ്ടായിട്ട് പോലും പല അർബൻ സിറ്റീസിലും നമുക്ക് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ കൊളാപ്സ് ആയതും അങ്ങനെ മേജർ വലിയ പ്രശ്നങ്ങളൊക്കെ, വലിയ ബിൽഡിംഗ് ഒക്കെ ഇടിച്ചു പൊളിഞ്ഞു വീഴുന്ന അത് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഡൽഹിയിൽ ഓക്ല അതാണോ മറ്റേ അത് പറയാം. പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ, ബ്രിഡ്ജ് മറ്റേ മോർബി അതാണോ അതോ ഓ അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ സോറി, ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നിന്ന് ചൈൽഡ് ലേബറിന്റെ എന്തെങ്കിലും ഡേറ്റ, സ്റ്റിൽ ചൈൽഡ് ലേബർ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് വിമന്റെ ഒക്കെ പറയുമ്പോൾ വിമന്റെ അഗെയിൻസ്റ്റ് ഇപ്പം എല്ലാവർക്കും എന്താ പറയാ സേഫ്റ്റി ഇഷ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടാക്കാം മാക്സിമം. സോ അതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അർബൻ പോവർട്ടി, അതിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ വേണം. ഇത്ര ശതമാനം ആൾക്കാർ ഇപ്പോഴും സ്ലമ്മിൽ താമസിക്കുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഡേറ്റ കിട്ടും. ഇപ്പം സെൻസസോ NFHSO അങ്ങനെ എന്തെങ്കിലും ഡേറ്റ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അത് കൊണ്ടുവരാം. ആൻഡ് ഓക്കെ, സോ ഇതൊരു ഇന്ത്യൻ സൊസൈറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഓക്കെ, നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി ബേസിക്കലി ഇങ്ങനെയൊക്കെയാണ് തിങ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു, ഇനി ജോഗ്രഫിയാണ് അടുത്ത ഒരു അഖിലാലോ ജോഗ്രഫി ടോപ്പിക്കും കൂടെ നോക്കാം. ജോഗ്രഫിയിൽ വരുമ്പോൾ ഞാൻ ബേസിക്കലി എന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിംസിന് പഠിച്ച സാധനമായിരുന്നു എന്റെ ബേസ്. നമ്മൾ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ്. ആൻഡ് അപ്പൊ പിന്നെ ചെയ്തത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത കുറച്ച്, ഇപ്പം നമുക്ക് ഈ ഇത് ചോദിച്ചിട്ടില്ലേ മിനറൽസ് ഇൻഡസ്ട്രീസ് അങ്ങനെ കുറച്ച്, ഇതിനൊക്കെ ചെറുതായിട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കും ചെയ്യാം. മേജർ ഇൻഡസ്ട്രീസ് ഒക്കെ വരും, അതൊക്കെ എവിടെയാണ്, അത് സ്പെസിഫിക് ലൊക്കേഷൻ കൊടുക്കുക. അത് ഇന്ത്യ ആൻഡ് വേൾഡ്. അതേപോലെ തന്നെ മിനറൽസിന്റെ വരുമ്പോഴും ഇന്ത്യ ആൻഡ് വേൾഡ്. ആൻഡ് അതുപോലെ ഇപ്പം ആൻഡ് ഓക്കെ സിലബസ് ഒന്നും വൺ സെക്കൻഡ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ നോക്കേണ്ട ടോപ്പിക്സുകളൊക്കെ ഇതൊക്കെ എന്താ ഡൈവേഴ്സിറ്റി, സാലിയൻ ഫീച്ചേഴ്സ് അതൊക്കെ നോക്കുക. ആൻഡ് വിമന്റെ പെർസ്പെക്ടീവ്, വിമൻ ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് നമ്മൾ
നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ മോഡേൺ പോസ്റ്റ് മോഡേൺ ഒക്കെ പറഞ്ഞപ്പോഴത്തേനും വിമൻ ലൈക്ക് എങ്ങനെയാണ് വിമൻ പാർട്ടിസിപ്പേഷൻ വന്നത്, അതൊക്കെ ഇതിൽ ലിങ്ക് ചെയ്തൊക്കെ വരാം. അതേപോലെ തന്നെ വിമന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലോസ്, അതൊരു തുടക്കം തൊട്ട്, അതായത് നമ്മുടെ ഒരു സോഷ്യൽ റിഫോമിന്റെ കാലം തൊട്ട്, ഇപ്പൊ സതി അബോളിഷൻ തൊട്ടുള്ളത് അങ്ങനെയുള്ള ലോസ് ഒക്കെ ആ ഒരു ക്രൊണോളജിക്കലി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇന്ത്യൻ സൊസൈറ്റിന്റെ ആൻസറിലേക്ക്. അപ്പൊ അതൊന്നും ഓർത്തിരിക്കണം. പിന്നെ പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ്, അപ്പൊ പോപ്പുലേഷൻ ട്രെൻഡ്സും പോപ്പുലേഷൻ റിലേറ്റഡ് അതിന്റെ എഫക്ട്സ്, അത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം. പിന്നെ ഇതിന് മുന്നേ ഡെമോഗ്രാഫിക് വിൻഡർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2024 സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ പുതിയൊരു ടേം ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഓക്കെ അപ്പം വേണമെങ്കിൽ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ കേസിൽ അത്ര കേട്ടില്ല. അപ്പം നമുക്ക് സ്കാൻഡിനേവിയൻ കൺട്രീസ് അതേപോലെ റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓക്കെ ആ പോപ്പുലേഷൻ കുറയുന്നതായിരിക്കും, റേറ്റ് കുറയുന്ന TFR കുറയുന്ന ഒരു ഇഷ്യൂ ആണെന്നുള്ള ലിങ്ക് ചെയ്തിട്ട് അത് ഇവിടെയൊക്കെ കുറച്ച് സ്കീമുകൾ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. കുറേയധികം പോപ്പുലേഷൻ റിലേറ്റഡ് അതേപോലെ എൽഡർലി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ, അതിലാണ് ഈ വയോജന ക്ലബ്ബ് കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ആൻഡ് ഓൾസോ പിന്നെ സോഷ്യൽ എംപവർമെന്റ് വരുമ്പോൾ നിങ്ങൾ മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ് അങ്ങനെയുള്ള കാര്യം, പിന്നെ കുറെ കമ്മ്യൂണലിസം പോലുള്ള തീംസ്, കമ്മ്യൂണലിസം, സെക്യുലറിസം, ഇതൊക്കെ കമ്മ്യൂണലിസം ഒക്കെ വരുമ്പോൾ ആ ഒരു മൂവ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ നടന്ന മേജർ ഇവന്റ്സ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് റീജണലിസം വരുമ്പോൾ സൺസ് ഓഫ് സോയിൽ മൂവ്മെന്റ്, സെസഷനിസ്റ്റ് മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിന് ഈവൻ മൂവ്മെന്റ്സ് തന്നെ എക്കണോമിക് ഡിപ്രിവേഷൻ മൂലം ഉണ്ടായ മൂവ്മെന്റ്സും ഉണ്ട്, എക്കണോമിക് ബെറ്റർ ആയതുകൊണ്ടുള്ള. ഇപ്പം ഹരിത് പ്രദേശ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂവ്മെന്റ് ഇത് വെസ്റ്റേൺ ഇന്ത്യയിൽ, അത് ആ നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ കഴിഞ്ഞ ലാൻഡ് റിഫോംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എക്കണോമിക്കലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ നടത്തിയ മൂവ്മെന്റ്സ്. അപ്പൊ അങ്ങനെ രീതിയിൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എക്സാമ്പിൾസ് കളക്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ആൻഡ് പോവർട്ടി ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇതിൽ സ്കീംസ് കുറെ കൊണ്ടുവരാം. ആൻഡ് അർബനൈസേഷൻ പ്രോബ്ലംസ് റെമഡി, അർബനൈസേഷൻ മൈഗ്രേഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട് മറ്റേ പുഷ് ഫാക്ടേഴ്സ്, പുൾ ഫാക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം. സോ ആ ഒരു കാര്യം നോക്കുക. ആൻഡ് കൺസെപ്റ്റ്സ് ആണ് സെക്യുലറിസം എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെ, ഇന്ത്യന്റെ മോഡൽ ഓഫ് സെക്യുലറിസം എന്താണ് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നത്. സോ അങ്ങനെയാണ് ടോപ്പിക്സ് വരിക. ആൻഡ് ഓൾസോ PYQസും കൂടെ നോക്കാം. PYQല് കുറെ കാര്യങ്ങളുണ്ട്. ആൻഡ് ജോഗ്രഫിയിൽ വരും ബേസിക് സാധനങ്ങളെല്ലാം, ബേസിക് ജോഗ്രഫിയുടേത് നമ്മൾ പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ. ആൻഡ് ഇപ്പൊ എന്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രിലിംസിന്റെ നോട്ടായിരുന്നു മേജർ മെറ്റീരിയൽ. PYQs ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ആൻസർ കീസ്, അതായത് ഇപ്പൊ നടക്കുന്ന ടെസ്റ്റിന്റെ ആൻസർ കീസ് വരുമ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടുള്ളതും കൂടെ വരും. സോ നമുക്ക് അവിടെ അത് ഒന്ന് ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നല്ലപോലെ ഫിഗേഴ്സ് കൊണ്ടുവരാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ ഒരു ഫിഗർ ഇൻട്രൊഡക്ഷൻ, ഇവിടെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതി അതിനുശേഷം സോ ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ആൻഡ് ദെൻ നിങ്ങൾ ഒരു ഫിഗർ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ ഫിഗറിലുള്ളത് തന്നെ ഇവിടെ എഴുതാനാണെങ്കിൽ വെറുതെ വേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് നിങ്ങളൊരു യുണീക്ക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം പിന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു, സൈക്ലോൺസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ സൈക്ലോൺസിന്റെ അല്ലെങ്കിൽ അറേബ്യൻ സീ ആ പാർട്ടിലെ സൈക്ലോൺസിന്റെ ഇത് കമ്പാരിറ്റീവ്ലി കൂടുകയാണല്ലോ. അതിന് നിങ്ങൾക്ക് പല ഫാക്ടേഴ്സ് പറയാം. എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം പറയാം, ടെമ്പറേച്ചർ, സീ സർഫസ് ടെമ്പറേച്ചർ അതെങ്ങനെ കൂടുന്നത്, അതിന്റെ ഡേറ്റ കൊടുക്കാം. യു കൻ ഓൾസോ മെൻഷൻ അബൌട്ട് ദി ആവറേജ് റെയിൻഫോൾ, അത് കൂടിയിട്ടുണ്ട്, അത് പറയുന്നുണ്ട്, അതിന്റെ കാര്യം പറയാം. പിന്നെ വാർമിങ്, പിന്നെ ഡിഫറെന്റ് ഇവന്റ്സ് എങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ഇതിൽ കൊടുക്കുക, ആൻഡ് ഗ്ലോബൽ വാർമിങ്ങിന്റെ കൺസെപ്റ്റ് ഒക്കെ. അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മാപ്പ് ഇന്ത്യ സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് സോ നിങ്ങളിപ്പോ ഒരു ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് ഏകദേശം ഇന്ത്യ ആയിരുന്നു ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു മാപ്പ് നിങ്ങളുടെ സൈഡിലാണ് വരയ്ക്കുന്നെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് ഇവിടെ വന്ന ഏതെങ്കിലും വർഷം വെച്ചിട്ട് ഏതെങ്കിലും സൈക്ലോണിന്റെ ഒക്കെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം.
ഇപ്പം ഓരോ ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ അല്ലെ അറേബ്യൻ സീന്റെ ഭാഗത്തും ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്തും കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ വന്നിട്ട് ഇന്ന ഇയർ സൈക്ലോണിന്റെ പേരും അങ്ങനെ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അതൊരു നല്ല വാല്യൂ അഡീഷൻ ആയിരിക്കും. കാര്യം ഇങ്ങനെ ഇത് ഫുള്ള് സൈക്ലോൺ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല. അതിലും നല്ലത് മറ്റേതായിരിക്കും, കുറച്ചുകൂടെ രസം ഉണ്ടാവും, അതിന് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല പടങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റും. ഇപ്പം ഈവൻ അപ്പം ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും കൂടെ ലിങ്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാപ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ക്ലൗഡ് ബസ്റ്റ് ഇവന്റ്സ്, പിന്നെ മേജർ ഫ്ലഡിങ് അതിന്റെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി വെക്കാം. ആൻഡ് ഓൾസോ പിന്നെ പൊതുവെ നമുക്ക് കോർ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതെപ്പോഴും ഇപ്പം കഴിഞ്ഞ വർഷം മറ്റേ ഓറ ബൊറിയാലിസ് ഓസ്ട്രാലിസ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഗ്ലോബ് വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ദെൻ പിന്നെ അതുകൂടാതെ ട്വിസ്റ്റർ എന്തായിരുന്നു പോലും അറിയില്ല, അപ്പൊ അത് പോട്ടെ. പിന്നെ ഇപ്പൊ ജോഗ്രഫി, ഇപ്പൊ എർത്തിന്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ ജിയോമോർഫോളജിക്ക് ചോദിക്കുകയാണ്, ഡിഫറെന്റ് ലെയേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതങ്ങനെ ഫിഗർ വരയ്ക്കാം. സോ അതൊക്കെ എല്ലാവരും വരയ്ക്കും, അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ആൻഡ് പിന്നെ ഇപ്പം പിന്നെ ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽസ് അതെന്തായാലും വെക്കാം. ഇന്ത്യ ആൻഡ് വേൾഡ് പല മിനറൽസിന്റെയും റെയർ എർത്ത് മിനറൽസിന്റെ ഒക്കെ ഇത്. പിന്നെ അതേപോലെ മേജർ ഇൻഡസ്ട്രി, ഇപ്പൊ സ്റ്റീൽ ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, പിന്നെ ഇതേപോലെ തന്നെ ലിഥിയം റിസർവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇന്ത്യ ആൻഡ് വേൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഓക്കെ, ഇപ്പൊ നിങ്ങൾ എർത്ത് പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സോൺ, ഇപ്പൊ ഇന്ത്യയുടെ ഒരു സോണേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കൊടുക്കാം. ഇത് ഇന്ന സോണിലാണ് വരുന്നത് എന്നൊക്കെ പറയാം. പിന്നെ അതേപോലെ അഗ്രികൾച്ചർ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ലൈക്ക് അതിനൊക്കെ സ്പെസിഫിക് മാപ്പ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ലൈക്ക് ഏത് ഭാഗത്താണ് മേജർ, ഇപ്പൊ വീറ്റ് ബജ്ര അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റിങ്ങനെ ചെയ്യില്ലേ, പ്ലസ് മൈനസ് ഒക്കെ സിമ്പിൾ ഒക്കെ ഇട്ടിട്ട് പിന്നെ റീജിയൻ ഫുൾ പ്ലസ്, അപ്പം ഇതിന്റെ ബോക്സ് വെച്ചിട്ട് ഇവിടെ എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള ഫിഗേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് സമയം ഒട്ടുമില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിന്റ്സിലേക്ക് പോവാം. കാരണം നിങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്ന സാധനം തന്നെയാണ് പോയിന്റ് ആയിട്ട് എഴുതാൻ പോകുന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പോയിന്റ് എഴുതാം. പിന്നെ ബേസിക് ഇങ്ങനെ ഭയങ്കര കോർ സാധനങ്ങൾ ചോദിക്കും. ഇപ്പം മറ്റേ ഇങ്ങനെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ സീ, ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരും ആ ഫിഗർ വരയ്ക്കും. അത് നിങ്ങൾ വരയ്ക്കണം, അത് മിസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പം കോൾഡ് വേവ്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് നമ്മുടെ ഇതില്ലേ കോൾഡ് കറണ്ട്, വാം കറണ്ട്, അതിന്റെ കുറച്ച് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം, ഫിഗറിൽ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാം. പിന്നെ പിന്നെ സുനാമിയുടെ ഒക്കെ ചെറിയ പടമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വീടൊക്കെ വന്നിട്ട് വീട്ടിലിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സുനാമി വേവ് ആണ്, അങ്ങനത്തെ ഫിഗേഴ്സ് ഒക്കെ നോക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ രസമുണ്ടാവും, വേണമെങ്കിൽ വരയ്ക്കാം. അതേപോലെ തന്നെ GLOSന്റെ ഒക്കെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേഴ്സ് ഫ്ലഡ്, അതിനൊക്കെ ചെറിയ ഫിഗേഴ്സ് ഒക്കെയാണ്, വളരെ ചെറുത്. പിന്നെ നല്ലത്. പിന്നെ ഇവിടെ ജോഗ്രഫിയിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന മാക്സിമം എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഇപ്പൊ നമ്മളൊരു വോൾക്കാനിക് ഇവന്റ് അല്ലെങ്കിൽ ഒരു വോൾക്കാനോ റിലേറ്റഡ് ക്വസ്റ്റൻ അല്ലെങ്കിൽ ഒരു ഇപ്പൊ സൈക്ലോൺ, സുനാമി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റണം. ഇന്ന വർഷം നടന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ പല മറ്റേ ഇതില്ലേ ട്രാൻസ്ഫോം ഫോൾട്ട്, ഭയങ്കര ഫോൾട്ട് ഒക്കെ ഉണ്ട്. അപ്പം അത് റിലേറ്റഡ് എർത്ത് കാര്യങ്ങളും എപ്പോഴും എനിക്ക് തോന്നുന്നു PYQ ആണോ അതോ അല്ലാതെ എഴുതിയൊരു ക്വസ്റ്റൻ ആണോ എന്നറിയില്ല. ഈ എർത്ത് ഒക്കെ ഉണ്ടാവുന്നത് മേജർലി ഇന്ന സ്ഥലത്ത് മാത്രമല്ല, ഈവൻ ഇന്റീരിയേഴ്സിലും ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റീരിയേഴ്സിൽ വന്ന മേജർ എർത്ത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അതിൽ അങ്ങനെ ഇപ്പൊ മാക്സിമം എക്സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഡിസാസ്റ്റർ ഒക്കെ ലിങ്ക് ചെയ്ത്, ഇപ്പൊ സൈക്ലോൺ ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പേ ഫോർവേഡ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ സെൻഡായി ഫ്രെയിംവർക്ക് കൊണ്ടുവരാം, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ ആ ഫ്രെയിംവർക്ക് കൊണ്ടുവരാം. യു ക്യാൻ ഓൾസോ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന SDGs ആയിട്ട് കണക്ട് ചെയ്യാം, അത് കൊണ്ടുവരാം. പിന്നെ എന്തെങ്കിലും പുതിയ ഫ്രെയിംവർക്കുകൾ, ഇപ്പൊ മൺസൂൺ, ഇപ്പൊ നമുക്കൊരു ഒരു കേരള ഗവൺമെന്റ് ഓറഞ്ച് ബുക്ക് ഓൺ മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഏതൊരു വർഷം ഞാൻ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് വേ ഫോർവേഡ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിരിക്കാം. ഒരു ലോക്കൽ ലെവൽ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാമ്പിൾ, നാഷണൽ ലെവൽ എക്സാമ്പിൾ, ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസ്, അങ്ങനെ തിങ്ക് ചെയ്യും. നിങ്ങൾക്ക് വേ ഫോർവേഡ് കൊണ്ടുവരാം. ജോഗ്രഫിയിലൊക്കെ കുറെ സ്കോപ്പ് ഉണ്ടെങ്കിൽ. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ജോഗ്രഫീന്റെ
ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നമ്മള് ഒരു ഞാൻ ഏറ്റവും അവസാനം എഴുതിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ആർ ദി നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണ്, അതേപോലെ തന്നെ ഹൗ ആർ ദീസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ഡിസ്കസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസും പറയാം, നമ്മുടെ ഫിസിയോഗ്രഫി നമ്മൾ അത് വെച്ചിട്ട് ലിങ്ക് ചെയ്ത് പറയാം. സോ ഇതെനിക്ക് തോന്നുന്നു കുറെ ലാസ്റ്റ് എഴുതാണ്, ഒരുപാട് പോയിന്റ്സ് ഒന്നും വരാതെ. ഇതിലെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ആദ്യമേ വാട്ട് ആർ ദി 10 മാർക്കിന്റെ ചോദ്യം, ഇപ്പൊ നോൺ ഫാം പ്രൈമറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം, ഒരു സൺ ഡയഗ്രാം വരച്ചിട്ട്. എന്നിട്ട് അതിനെ ലിങ്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെസേർട്ട്, അതേപോലെ തന്നെ നമ്മുടെ റിവർ സിസ്റ്റംസ്, അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ഹില്ലി ഏരിയാസ്, അങ്ങനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഡയറക്റ്റ്ലി എഴുതാം. എനിക്കധികം അതിന് എക്സാമ്പിൾസ് സ്പെസിഫിക്കലി കൊടുക്കാം. ആ രീതിയിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് വന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി ജനറേഷൻ ഇൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സോ ഇതും എന്താ പറയാ, ഇത് 10 മാർക്കിന്റെ ചോദ്യമാണ്. ക്യാൻ ഓൾസോ ലൈക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ എന്നാണ് നമ്മുടെ കീവേഡ് വരുന്നത്. അപ്പൊ അതിന്റെ എക്കോളജിക്കലും അതേപോലെ തന്നെ എക്കണോമിക് ബെനിഫിറ്റ്സും പറയാനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ, മേജർ പാർട്ടിൽ നിങ്ങൾ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്കോളജിക്കൽ, ഇപ്പൊ സോളാർ എനർജി ജനറേഷന്റെ എക്കോളജിക്കൽ ബെനിഫിറ്റ്സ് എന്തായിരിക്കും എക്കോളജിക്കൽ ബെനിഫിറ്റ്സ്? ഇപ്പൊ നമ്മള് കമ്പയർഡ് ടു അതേ എമിഷൻസ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കൊണ്ടുവരിക, ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് 2-3 പോയിന്റ്സ്. ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് വരുമ്പോൾ നമുക്ക് എന്താ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് ആ നെറ്റ് മീറ്ററിങ്ങിന്റെ കാര്യമൊക്കെ പറയാം. ഇവിടെ നിങ്ങൾക്ക് സ്കീംസ് കൊണ്ടുവരാം. നമുക്ക് ഹർഗർ, അങ്ങനെ എന്തൊരു സൂര്യ ബിജിലി യോജന, അങ്ങനെ മുഫ്ത് ബിജിലി യോജന, അത് യു ക്യാൻ ലൈക്ക് ബ്രിങ് ഇൻ ദാറ്റ് സ്കീം ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ, അതൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പ്രശ്നങ്ങളും പറയാം. പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ തിങ്ക് ചെയ്യാം. എക്കോളജിക്കൽ ഇഷ്യൂസും ഉണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസും ഉണ്ട്, സ്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറയാം. ഇതിന്റെയൊക്കെ ബാറ്ററി മാനേജ്മെന്റ്, സോളാർ സെല്ലിന്റെ ഒക്കെ മാനേജ്മെന്റ്, ആൻഡ് എക്കോണമിക് പറയുമ്പോൾ തന്നെ ഇനിഷ്യൽ കോസ്റ്റ് സെറ്റപ്പ് ഒക്കെ കൂടുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ കുറച്ച് പോയിന്റ്സ് അത് ജനറലി നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ദെൻ സുനാമി അതായത് പറഞ്ഞത്, ഒരു പടം വരയ്ക്കാൻ പറ്റും. ഞാൻ അങ്ങനെ എന്തോ ഒരു പടം വരച്ചു, ജസ്റ്റ് ഇതൊരു NCERT കണ്ടതാണ്. ഇങ്ങനെ എന്തോ വേവ് വരുന്നു, ആൻഡ് ഇവിടെ ആൾക്കാർ കളിക്കുന്ന സ്ഥലം, ഇവിടെ വീടുകള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെട്ടിയില് എക്സാം ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത് വരുമ്പോ ഇങ്ങനെ എക്സാം, അതെന്തോ ഏതൊരു NCERT കണ്ടോ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഫിഗേഴ്സ് നല്ലത് വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നല്ല നല്ല പടങ്ങൾ ആരെങ്കിലും ഒക്കെ വരച്ചു തരണം, നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. സോ ആ ക്വസ്റ്റിന് വാട്ട് ആർ സുനാമീസ് ആൻഡ് ഹൗ ആർ ദേ ഫോം ആൻഡ് വാട്ട് ആർ ദേ കോൺസിക്വൻസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സ്. 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ആൻഡ് ഭയങ്കര ഡയറക്റ്റ് ആണ്. ജോഗ്രഫി ഇതിന്റെയാണ്. സുനാമി എന്താന്ന് പറയാം. ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് സുനാമി ആ വേർഡിന്റെ മീനിങ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ കുറെ എക്സാമ്പിൾസ് ശ്രമിക്കാം. മേജർ സുനാമി മറ്റേ 2004 അത് സുനാമി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവരാം. അതിന്റെ അകത്ത് തന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ പല ടൈപ്പിൽ നമ്മൾ പറയുമല്ലോ. ഇപ്പൊ ഈവൻ അണ്ടർ വാട്ടർ ലാൻഡ് സ്ലൈഡ്, അണ്ടർ വാട്ടർ ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ പോയിന്റ് എഴുതും. ഓരോന്നിനും ഒരു എക്സാമ്പിൾ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഒരു അണ്ടർ വാട്ടർ മേജർ എർത്ത് മൂലം, അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ മൂലം ഉണ്ടായ ഒരു മേജർ സുനാമി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, നല്ലതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ കോൺസിക്വൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും നോക്കാം. ആദ്യം ഹ്യൂമൻ അതേപോലെ ലിവിങ് ഓർഗാനിസംസിൽ ഉണ്ടാകുന്നത് ഫസ്റ്റ്. അങ്ങനെ പിന്നെ നമുക്ക് അതിൽ എന്താ പറയാ, എക്കണോമിക് ഇമ്പാക്ട് പറയാം. എക്കോണമിനെ എഫക്ട് ചെയ്യുന്നത്, എക്കോളജിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് പറയാം. അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് പറയും. സോ അങ്ങനെ ഫ്രെയിം ചെയ്താലും നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് കിട്ടും. ആൻഡ് ദെൻ ഇതിനൊക്കെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺസിക്വൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കോൺസിക്വൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് കൊണ്ട് നിങ്ങളുടെ ആൻസർ നിർത്താതെ ഒരു വേ ഫോർവേഡ് ആക്കി, ഇപ്പം സെൻഡായി ഫ്രെയിം വർക്ക് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഓരോന്നും കൊണ്ടുവരാം. ആൻഡ് എക്സാമ്പിൾസ് എന്തെങ്കിലും നല്ല പ്ലാനിങ്ങിനുള്ളത്. പിന്നെ നമ്മൾ ഈ അതെ തന്നെ ഇവൻ ഇപ്പം നമുക്ക് ജപ്പാനൊക്കെ അതിൽ എക്സാമ്പിൾ നല്ല കൊണ്ടുവരും. അപ്പൊ ഈ വേ ഫോർവേഡ് നിങ്ങൾക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം. നമുക്ക് ലോക്കൽ ലെവൽ, നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവലിൽ തിങ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയിന്റ്സ് കിട്ടും. നിങ്ങളുടെ സമയം സേവ് ചെയ്യാം അവിടെ തിങ്ക് ചെയ്യുന്നത്. സോ അതായിരിക്കും അതിന്റെ ഒരു മേജർ കാര്യം. പിന്നെ ഓക്കെ,
there is like ആ ഇൻഡസ്ട്രി ഇതേപോലെ ലിങ്ക്ഡ് ആയിട്ട് geographical explanation of the distribution of offshore oil reserves of the world and how are they different from the onshore occurrence of oil reserves. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ആൻഡ് എനിക്കത് വലിയ കാര്യമായിട്ട് പോയിന്റ് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താ ഓഫ് ഷോർ ഓയിൽ റിസർവ്സിന്റെ ജോഗ്രഫിക്കൽ എന്താ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ അറിയാമെങ്കിൽ മേജർ ഓഫ് ഷോർ ഓയിൽ വെൽസും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് മുംബൈ ഹൈ ഒക്കെ പറയുന്ന പോലെ വേറെ മേജർ റീജിയൻസ് ഇപ്പം വെസ്റ്റ് ഏഷ്യ ഭാഗത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ ഇതിനൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്ത്യ ആൻഡ് വേൾഡ് ഓൺഷോർ ഓഫ് ഷോർ ഓയിൽ റിസർവ്സ് എങ്ങനെയാ വരുന്നത് അത് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു ഡിഫറൻസും ഡിഫറെന്റ് ഫ്രം ദ ഓൺഷോർ ഒക്കറൻസ് ഓഫ് ഓയിൽ റിസർവ്സ്. അപ്പൊ അതെനിക്ക് സ്പെസിഫിക് അറിയില്ല. ബട്ട് ഞാൻ കൂടുതലും തിങ്ക് ചെയ്തത് നമ്മളെ എക്സ്പ്ലോറേഷൻ അത് ഓൺഷോർ പറയാം. അതൊക്കെ മിക്സ് ചെയ്തിട്ട് പറയാം എങ്ങനെയായിരിക്കും വരുന്നത്. ആൻഡ് പിന്നെ അതിന്റെ എക്സ്ട്രാക്ഷൻ ഒക്കെ വരുമ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഞാനത് തള്ളിയ പോയിന്റ്സ് ആണ് കുറെ. ബട്ട് നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഇപ്പൊ കുറച്ച് ഇതാണ് കുറച്ച് എന്താ പറയാ ജോഗ്രഫി കാര്യങ്ങളും വരുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതാണ്, മാപ്പുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ഇതാക്കുക. നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാം. മാക്സിമം പോയിന്റ്സ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പോയിന്റ്സ് ഇതാക്കുക, PYQs വെക്കുക. ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് എടുത്ത് വെക്കുക. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാം. നല്ല വേർഡ്സ് അതിൽ നിന്ന് തന്നെ കിട്ടും. ഈവൻ സ്പെഷ്യലി നമുക്ക് GS2 പോലുള്ള സബ്ജക്ട്സിലൊക്കെ കുറെ പൊളിറ്റി റിലേറ്റഡ് ടേംസ് ഒക്കെ ആ സിലബസിനുള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എടുത്തിട്ടാൽ മതി, നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഈ PYQs എടുത്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. മാക്സിമം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ വേർഡ് ആയിട്ടെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ എല്ലാം വേണമെന്നില്ല. വേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ലം, ചിൽഡ്രൻ, അങ്ങനെ 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 തിങ്ക് ചെയ്യും. ആ രീതിയിൽ കൊണ്ടുവരാം. സോ ഇങ്ങനെ ഇതൊരു ഹാബിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ തിങ്ക് ചെയ്യുന്ന സമയം സേവ് ചെയ്യാം. ഡയറക്റ്റ് ആൻസർ എഴുതി. പിന്നെ എപ്പോഴും നോക്കേണ്ടത് ക്വസ്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് വേണം നിങ്ങൾ ആ പോയിന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഓക്കെ. സോ എപ്പോഴും നമ്മൾ എന്തിനാദ്യം ആദ്യം പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് അതിന്റെ ബേസിസിലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത് GS1 പറ്റി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിലബസ് എടുത്തു വെച്ചു. ആൻഡ് ദെൻ PYQs പോയിട്ട് ഞാൻ ആ സിലബസിലേക്ക് ഇത് മാപ്പ് ചെയ്തു. ഏതൊക്കെ ഇയർ ഏതൊക്കെ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ എന്നിട്ട് എക്സ്ട്രാ അതല്ലാതെ ചോദിച്ചതും കൂടെ ഏതാന്ന് വെച്ചു. ഇപ്പം എന്റെ നോട്ടിലേക്ക് എടുത്തിട്ട് ഇപ്പൊ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ ടോപ്പിക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡിലേക്ക് ആ വർഷം അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതുകൂടാതെ എക്സ്ട്രാ ഏതൊക്കെ ചോദിച്ചു, നമുക്ക് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മനസ്സിലാവും. പിന്നെ ദെൻ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് അത് ആ ടോപ്പിക് എടുത്തിട്ട് ചിലതിന് ഓൾറെഡി നമ്മൾ PYQ വെച്ചിട്ടൊക്കെ ഉള്ള നോട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളത് ക്യാൻസൽ ചെയ്തു. ഓക്കെ ഓൾറെഡി നോട്ട് ഉള്ളത്. ഇല്ലാത്തതിന് ഇതേപോലെ ChatGPT ഒക്കെ വെച്ചിട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫുള്ളി മാനേജ് ചെയ്തത്. പിന്നെ ആ രീതിയിൽ പോയിന്റ്സ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ ആ ഒരു കുറെ കീവേഡ്സ് കിട്ടി. ആ സിലബസ് അങ്ങനെ മൈക്രോ ടോപ്പിക്സിലൂടെ പോയപ്പോൾ കുറെ കീവേഡ്സ് കിട്ടി. അത് ആൻസറിന്റെ ഇപ്പം നമുക്കിപ്പോ തിങ്ക് ചെയ്യാൻ നേരത്തെ ഇപ്പം വേൾഡ് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സിലബസിൽ നിന്നാണ് ഓക്കെ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യാവുന്ന ഒരു ഐഡിയ കിട്ടിയത്. ആ ഒരു രീതി. ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ട്, അതായത് നമുക്ക് ഇപ്പം ഒരു പോയിന്റ് പറയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് പറയാം. ഇപ്പൊ ഇത് റിലേറ്റഡ് അപ്പൊ അതിനകത്ത് ഭയങ്കര തിയറിറ്റിക്കൽ ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് മാത്രം പഠിച്ചത് ഞങ്ങൾ അത് പഠിക്കുന്ന സാധനം വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട്. പക്ഷെ അതിന്റെ ലൈറ്റർ വേർഷൻസ് യൂസ് ചെയ്യാം. കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള ടേംസ്. പിന്നെ വലിയ തിങ്കേഴ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇല്ല നമുക്ക് കൊണ്ടുവരാം, പ്രശ്നമൊന്നുമില്ല. അതെ കൊണ്ടുവരാം, അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ നിങ്ങളെ മാത്രം ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ആളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. ബട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല.
പക്ഷെ ഇതാണ് ഇപ്പൊ ഈവൻ ഇന്ത്യൻ സൊസൈറ്റി സോഷ്യോളജി ഉള്ളവരോടും ഞാൻ അത് തന്നെ പറഞ്ഞു. കാരണം ചില ടേംസ് നമുക്ക് സോഷ്യോളജി അറിയാവുന്നതുകൊണ്ട് ഭയങ്കര പക്ക സോഷ്യോളജി ടേംസ് ഇതിലേക്ക് എത്തിടും. അപ്പൊ അതിനേക്കാൾ നല്ലത് എല്ലാരും കേട്ടിട്ടുള്ള ടേംസ്, ഒരു സൊസൈറ്റിന്റെ ഇത് വരുന്ന രീതിയിലുള്ള, ഇപ്പം ഇന്റർ ജനറേഷൻ മൊബിലിറ്റി, സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതൊക്കെ പിന്നെയും കുഴപ്പമില്ല അങ്ങനത്തെ ടേംസ് ഒക്കെ. പിന്നെന്താ, സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്റഗ്രേഷൻ, ഐസൊലേഷൻ, ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഇത് ചുമ്മാ ദിസ് എക്സ്പ്ലെയിൻസ് മാൽത്തൂസിയൻ തിയറി, ലൈക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്തുവാന്നും കൂടി പറയണം. അല്ലെങ്കിൽ അടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു വൺ സെന്റൻസ് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ഭയങ്കര കോറിലേക്ക് പോവാതെ നിങ്ങളുടെ ഓപ്ഷനിലെ കുറെ സാധനങ്ങൾ എടുത്തിടാം. കാരണം ഈ പേപ്പറിലൊക്കെ കൂടുതലും എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ ഒരു 5 പോയിന്റ് എഴുതി അതിലൊരു 3 എണ്ണത്തിലെങ്കിലും എക്സാമ്പിൾ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ നല്ല വാല്യൂ അഡിഷൻ, നല്ല വാല്യൂ ഫീൽ ചെയ്യും. പിന്നെ ഞാനപ്പോ തിങ്ക് ചെയ്തത് ഇങ്ങനെയാണ്. കാരണം ഡെമോഗ്രാഫിക് വിന്റർ എന്ന ഒരു സംഭവം നമ്മൾ ഇന്ത്യനെ പറ്റി കേട്ടിട്ടില്ല. ഇന്ത്യയിൽ പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡന്റിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അതില് എന്തോ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു ക്വസ്റ്റിന്. സെക്കൻഡ്, അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഓക്കെ ഇത് ചിലപ്പോ അതായിരിക്കും, അതായത് ഇത് കുറയുന്നോണ്ടായിരിക്കും. ഇതുപോലെ ഒന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മറ്റേ ട്വിസ്റ്ററിന്റെ. അത് ആകാശത്താണോ കടലിലാണോ അറിയാതെ ഞാൻ അവിടെ ഇവിടെ തൊടാതെ എഴുതിയൊരു പേപ്പറാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയല്ലായിരുന്നു? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡെമോഗ്രാഫിക് വിന്റർ ആൻഡ് ഈസ് ദ വേൾഡ് മൂവിംഗ് ടുവേർഡ്സ് സച്ച് എ സിറ്റുവേഷൻ, ഇലാബറേറ്റ്. അപ്പം എനിക്ക് തോന്നിയത് അതാണ്. കാരണം മേജർ രാജ്യങ്ങളെല്ലാം എടുത്ത് വെച്ച് നോക്കുമ്പോഴും അവർ ഫേസ് ചെയ്യുന്ന മെയിൻ കാര്യമില്ലേ ഈ എന്താ പറയാ ഡെമോഗ്രഫി ഒരു കുറയുന്നത്. അപ്പം ഇപ്പൊ റഷ്യന്റെ കാര്യം പറയാം. പണ്ടെപ്പോഴും ഞാൻ ക്ലാസ്സിൽ എന്തോ കേട്ടത്, അപ്പൊ ഡെൻമാർക്കിനൊക്കെ ഒരു ഇതുണ്ട്, ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഡു ഇറ്റ് ഫോർ ഡെൻമാർക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പോപ്പുലേഷൻ അതേപോലെ കുറഞ്ഞു. ജപ്പാനില് ഗോസ്റ്റ് വില്ലേജ്, ഗോസ്റ്റ് ഹൗസ്, അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഈ ആൾക്കാര് ഒരു ആക്ടേഴ്സ് ആയിരിക്കും. അവര് ഇപ്പം പേയ്മെന്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം വന്ന് മകനായിട്ടും മകളായിട്ടൊക്കെ ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഇതിനകത്ത് വായിച്ചു കൊടുത്തത്, മെയിൻസിൽ വായിച്ച കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പൊ അങ്ങനെ കുറെ അപ്പൊ നോക്കിയപ്പോ ഓവറോൾ നോക്കുമ്പോഴത്തേനും വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടെ അതാ തോന്നിയത്. ഈവൻ ഇന്ത്യയുടെ കേസ് ആണെങ്കിൽ നമ്മുടെ TFR കുറഞ്ഞു വരും. ഇപ്പൊ കേരളത്തിന്റെ ഒക്കെ സ്പെസിഫിക്കലി പറയാം, നല്ലപോലെ കുറഞ്ഞു വരില്ലേ. ആൻഡ് എൽഡർലിയുടെ പ്രശ്നം, എൽഡർലി പോപ്പുലേഷൻ, അവരുടെ കെയർ, അതൊക്കെയാണ് ഇഷ്യൂ ആയിട്ട് വരും. അപ്പൊ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ട്രെൻഡാണ് തോന്നിയത് ഓവറോൾ. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോ ഇതായിരിക്കും തോന്നിയത്. ആൻഡ് ഇന്ത്യയുടെ കേസിൽ കേൾക്കാത്തൊരു ടേം, അങ്ങനെയാണ് ഇത് ഇതായിരിക്കാം എന്നൊരു തോട്ട് വന്നത്. അതിൽ ലിങ്ക് ചെയ്ത് അതാണ് തോന്നുന്നു അങ്ങനെ എഴുതിയത്. വേറെ എന്തെങ്കിലും GS1 എങ്ങനെയുണ്ട്? എളുപ്പമാണോ നിങ്ങക്ക് കമ്പാരിറ്റീവ്ലി? എഴുതിയൊക്കെ നോക്കി, ആൻസർ ഒക്കെ എഴുതി നോക്കി? ഓ, ആൻസർ ഒക്കെ എഴുതുക, കുറെ ആൻസേഴ്സ് എഴുതുക. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഈ ഒരു GS. എനിക്കൊന്ന് ഫസ്റ്റ് സെക്കൻഡ് മെയിൻസിനൊക്കെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, ഞാൻ സൊസൈറ്റിയുടെ ആൻസർ എഴുതില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വൽ പേപ്പർ കിട്ടുമ്പോൾ പോയിന്റ് ഇല്ല, നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുക. പക്ഷെ ഇതേപോലെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. എങ്ങനെയെങ്കിലൊക്കെ തിങ്ക് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ഉള്ള പോയിന്റ്സ് ഒക്കെ ഭയങ്കര കണക്ഷൻ ആണ്, ബാക്കിയുള്ളത് കോമൺ പോലെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻസേഴ്സ് കുറെ എഴുതുക. ഇവൻ ജോഗ്രഫി ഒക്കെ പിന്നെയും കുറച്ചുകൂടെ കൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റേ FJORD അതൊക്കെ ഫ്യോൾ, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് മെയിൻസിന്. അതൊക്കെ ഞാൻ ഇത് ഐസാണോ വാട്ടറാണോ അതോ സാൻഡ് കൊണ്ടുള്ള ലാൻഡ് ഫോം ആണോ അറിയാതെ അങ്ങനെ പോയി പെട്ടുപോയ പേപ്പറുകളൊക്കെ. സോ അതിപ്പം എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കയറി വരാം. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ളതിൽ നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇതേപോലെ 15
10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യാം. അങ്ങനെയും ചെയ്യുന്നത് നല്ലതായിരിക്കും. എസ് എ ഒന്ന് നമുക്ക് സ്യൂട്ടബിൾ ഏരിയ ഏതാന്ന് മനസ്സിലാക്കുക. ഞാൻ വിചാരിച്ചിരുന്ന ഈ ഫിലോസഫിക്കൽ എസ്സേയിൽ എനിക്ക് തകർക്കാൻ പറ്റുമെന്ന്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അവരുദ്ദേശിക്കുന്നത് എന്തോ, ഞാൻ ഉദ്ദേശിക്കുന്ന വേറെന്തോ. പിന്നെ ഞാൻ അതങ്ങ് വിട്ടു. പിന്നെ നമുക്ക് എസ്സേയിലും ഞാൻ ഇതാ ചെയ്തത്. ഞാനൊരു കുറെ വർഷത്തെ PYQs എടുത്ത് അത് നമ്മൾ ബുദ്ധിമുട്ടണ്ട. അധികം എനിക്ക് തോന്നുന്നു പല ടെലിഗ്രാം ചാനലിലൊക്കെ അങ്ങനെ തന്നെ കിട്ടും. പല സബ്ജക്ട് വൈസ് ഇത് ഡിവൈഡ് ചെയ്തിട്ട്. ഇപ്പൊ ഫോറസ്റ്റ്, എക്കോളജി ബേസ്ഡ്, വിമന്റെ അങ്ങനെ അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ചുകൂടെ എന്റെ ഒരു ഓപ്ഷണൽ ലിങ്കും വിമൻ അതേപോലെ തന്നെ GS ലിങ്കുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്ട്രക്ചർ ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ അതിൽ കൂടുതലും പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവരാം. പിന്നെ ചെയ്യുന്ന ഒരു അബദ്ധം, ഒരിടയ്ക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് ആണോ ഇനി വേണോ? കുഴപ്പമില്ലല്ലോ അല്ലേ? എന്നിട്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ എക്സാമ്പിൾസ് കൊണ്ടുവന്നു. പക്ഷെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നമ്മളിങ്ങനെ എഴുതുക, ഓരോ പാസേജും എക്സാമ്പിൾസ് കൊണ്ട് ഇങ്ങനെ നിറച്ചു വെച്ചേക്കുക. പക്ഷെ ഒരു ഫ്ലോ ഇല്ല. ഞാൻ എന്തിനിപ്പോ ഇത് പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസോ കാര്യങ്ങളിലേക്ക് പോവാതെ ഒരു പാസേജ്, ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ, അതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവണം. അത് നമ്മൾ എഴുതി കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ ടോപ്പേഴ്സ് കോപ്പി, ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത് ടോപ്പേഴ്സ് കോപ്പിയാണ്. എനിക്ക് പേഴ്സണലി ഒരു എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയ ഒരു സാധനം എസ്സേ ആണ്. അത്രയും പേജിൽ ചിലപ്പോൾ നമ്മൾ എഴുതി അവസാനം വരുമ്പോഴല്ലേ ടോപ്പിക് എന്താന്ന് മറന്നു പോകും. ലൈക്ക് അങ്ങനെ വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് അദോഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ടോപ്പിക്കിനായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ ഓരോ പാസേജിലും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എക്സാമ്പിൾസ് കളക്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് PYQ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ക്ലാസിഫൈ ചെയ്യുക. ഇപ്പം എക്കോളജി റിലേറ്റഡ് സാധനമാണ്, അതിന് കുറെ എക്സാമ്പിൾസ് കളക്ട് ചെയ്യാം. വിമന്റെ ആണെങ്കിൽ അതിന് കുറെ എക്സാമ്പിൾസ്. ഇത് തന്നെ നമുക്ക് പലരും ഇപ്പൊ ഇൻഡിവിജ്വൽ, പിന്നെ ഇങ്ങനെ ഇൻഡിവിജ്വൽ സൊസൈറ്റി, ഇൻഡിവിജ്വൽ ഫാമിലി സൊസൈറ്റി, പിന്നെന്താ നാഷണൽ ഇന്റർനാഷണൽ, അങ്ങനത്തെ രീതിയിൽ തിങ്ക് ചെയ്തു പോവാം. പിന്നെ ഒരു വിമന്റെ പെർസ്പെക്റ്റീവ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ടുള്ള പല കാലഘട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ഉണ്ട്. പക്ഷെ പഴയ ഒരു മെത്തേഡാണ് നമ്മൾ സോഷ്യലി പൊളിറ്റിക്കലി അങ്ങനെ എഴുതണ്ട. അത് വലിയ ഗുണമില്ല, എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ പണ്ട് മുതലേ ഉള്ള ഒരു മെത്തേഡാണ്. അതിലും നല്ലത് ഒരു നാച്ചുറൽ ഫ്ലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പാസേജിൽ ഒരു പാസേജ് ഇത്ര ചെറുതാണെങ്കിൽ അതിൽ ഒരു ഐഡിയ മതി. ഒരു ഐഡിയ, ഒരു പാസേജ്, ആൻഡ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന നല്ലൊരു എക്സാമ്പിൾ. അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടാവണം. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന പോലെ എളുപ്പമല്ലാതെ അങ്ങനെ എഴുതി എടുക്കാനായിട്ട്. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുറെ ടോപ്പേഴ്സ് കോപ്പി എടുത്ത് വെച്ച് വായിക്കുക. നല്ല ഇതിന്റെ എസ്സേ ടോപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ കുറച്ച് പേര് ജസ്റ്റ് ഏതെങ്കിലും നല്ല ആൻസർ കോപ്പീസ് എടുക്കുക, അത് വായിക്കുക. ചില എസ്സേ ഒക്കെ കണ്ടാൽ പേടിച്ചു പോകും. അത്രയും ഭയങ്കര അങ്ങനെയുള്ള എസ്സേകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഡീസന്റ് സ്കോർ, ഇപ്പൊ എസ്സേ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു ഡീസന്റ് സ്കോർ, ഒരു 100 എബോ ഒക്കെ ഒരു ഡീസന്റ് സ്കോർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പോരാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പറ്റും. കുറെ ടോപ്പേഴ്സ് കോപ്പി വായിക്കുക, കുറച്ച് എസ്സേ അധികം എഴുതുക. അതിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാൻ നോക്കാം. അങ്ങനെ നിങ്ങൾ എസ്സേസ് എഴുതി കൊണ്ടുവരുവാണെങ്കിൽ അത് റിഫൈൻഡ് ആവും. അത് എസ്സേ ഭയങ്കര ഒരു ഇതേപോലെ ഓപ്ഷണൽ പോലെ മാർക്ക്, അതായത് നമ്മുടെ റാങ്ക് ഒക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ്. ആൻഡ് ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇപ്പം മൾട്ടിപ്പിൾ ടൈംസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഫസ്റ്റില് ഇപ്പം 130 ഒക്കെ അടിച്ചവർ പിന്നെ 70 പോയിട്ടുണ്ട് എസ്സേ. ഇത്രയും കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം എസ്സേ അങ്ങനെ ഭയങ്കര എന്താ പറയാ മാറി മറിഞ്ഞ് വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ ഉള്ള ഒരു പേപ്പർ കൂടെയാണ്. ആളുകൾ പൊതുവെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതില് നല്ലോണം വർക്ക് ചെയ്യേണ്ടതാണ്. PYQ നോക്കൂ, ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യൂ, എക്സാമ്പിൾസ് കളക്ട് ചെയ്യൂ, നല്ല കോട്സ് കണക്ട് ചെയ്യൂ. ആൻഡ് ഇത് എപ്പോഴും ഓർക്കേണ്ടത്, ഇത് നിങ്ങൾ എടുത്തിടുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ടാവണം. ചുമ്മാ നമ്മുടെ കയ്യിലുള്ള സാധനം എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് വലിയ കാര്യമില്ല. അങ്ങനെയാണ് എസ്സേ പൊതുവെ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാം വേണമെന്നില്ല, അറിയാവുന്ന ഇല്ല ഇല്ല. ആ ഒന്ന് ലിമിറ്റഡ് ആയിട്ടല്ല, 2-3 ഓർത്തിരിക്കാൻ പറ്റുള്ളെങ്കിൽ ചുമ്മാ എഴുതി വെക്കുക. എന്നിട്ട്
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ല, ബട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വേണേൽ അത് ഓക്കെ ഇവിടെ എനിക്ക് ഈ കോട്ട് എഴുതി വെക്കായിരുന്നു എന്ന് എഴുതുക. അപ്പം നമ്മൾ തന്നെ എഴുതുമ്പോൾ കുറച്ച് സമയം എടുക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. പിന്നെ ഇതാണ് ചില എസ്സേയിൽ നമ്മൾ ചിലപ്പോൾ ഇന്നയാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എഴുതില്ല. ചിലപ്പോൾ അതിലെ എന്തെങ്കിലും കൺസെപ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എഴുതി കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പഴയ ഒരു മെത്തേഡായിരുന്നു ഇന്നയാൾ പറഞ്ഞ പോലെ ഇങ്ങനെ എന്നിട്ട് അയാളുടെ 3 സെന്റൻസ് എഴുതുക. പക്ഷെ അതിനേക്കാൾ നല്ലത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൺക്ലൂഷൻ ആ പാർട്ടൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് എത്തുമ്പോൾ ഇതേപോലെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അപ്പൊ നിങ്ങളൊരു ടോപ്പിക്കിന് വേണ്ടി നല്ല സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്ക്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എക്കോളജി അല്ലെങ്കിൽ ഇപ്പൊ ഫോറസ്റ്റ് റിലേറ്റഡ് കുറെ സാധനമുണ്ട്, പിന്നെ കുറെ പോയറ്റിക് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫിലോസഫിക്കൽ എസ്സേ തിങ്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവിടെ കുറെ സ്കോപ്പും ഉണ്ട്, പല ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ആ ഡയമെൻഷൻസ് കൊണ്ടുവരുമ്പോൾ ആ ഒരു കണക്ഷൻ പോകാൻ പാടില്ല, ആ ഒരു ടോപ്പിക്കുമായിട്ടുള്ള പർട്ടിക്കുലർ കണക്ഷൻ പോകാൻ പാടില്ല. ചിലപ്പം പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ ഡൈവേഴ്സ് ആയിട്ട് അങ്ങ് പോകും, പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് വേറെ വഴിക്ക് പോകും. അങ്ങനെ പിന്നെ ഡിഫറെന്റ് പാർട്സ് ലൈക്ക് സബ് ഹെഡിങ്സ് ഒക്കെ കൊണ്ടുവരാം. ഒരുപാടല്ല, മാക്സിമം ഒരു 3 ഇതായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു എസ്സേയിൽ ഒരു സർപ്രൈസിങ് ആയിട്ട് നമ്പർ പേജ് കൂടുതലായിരുന്നു. 16 പേജ് ഉണ്ടായിരുന്നു. സാധാരണക്ക് ഒരു 12 പേജ് അല്ലെ 15 പേജ് എന്ന് പറഞ്ഞാലും 12 പേജൊക്കെ എഴുതാനൊക്കെയുള്ള UPSC തരാം. ഇതിന് മുന്നോട്ട് 2 പേജിനും 12 പേജോ അത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പേപ്പർ കിട്ടിയപ്പോഴാണ് 16 പേജ്. പിന്നെ അത് 1500 വേർഡ്സ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ 16 എഴുതി നിറയ്ക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒന്ന് ജസ്റ്റ് ആദ്യം മറിച്ച് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പാസേജ് തമ്മിലുള്ള സ്പേസ് ഇച്ചിരി കൂട്ടിയിട്ട് അങ്ങനെ എഴുതാം. ഉള്ള സാധനം തന്നെ അത്രയ്ക്കൊക്കെ എഴുതാം. പിന്നെ ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ഞാൻ 16 പേജ് വരെ അത് അറിഞ്ഞില്ല, എഴുതി പോയി ഓക്കെ ഇതുവരെ അങ്ങ് എത്തിക്കാന്ന് വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് ടെസ്റ്റ് വന്നപ്പോൾ ഞാനൊരു 14 പേജ് എഴുതി. കാരണം അല്ലാതെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ചിലർക്ക് പറ്റിപ്പോയ അബദ്ധം ഇവർ ആ സ്പേസ് കാണാഞ്ഞുകൊണ്ട് ടൈം കിട്ടിയില്ല, എഴുതി അങ്ങ് പോയി. പിന്നെ അത് ബ്രെയിൻ സ്റ്റോം ചെയ്യണമല്ലോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റേക്ക് 1.5 മണിക്കൂർ കൊടുക്കും, സെക്കൻഡ് ടെസ്റ്റേക്ക് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ചിലർ ഇത് ആദ്യമേ രണ്ടും ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നവരുണ്ട്. ഇതിനെല്ലാം നമുക്ക് സമയം കിട്ടും. അതൊന്ന് എല്ലാം ഒന്ന് കണക്കാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെന്താ എന്തെങ്കിലും ഉണ്ടോ GS1? മനസ്സിലായോ GS1നെ പറ്റി? ഞാൻ ബേസിക്കലി ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് ഏതാ GS4? GS4ന്റെ ഒരു പേപ്പറിന്റെ ഒരു പ്രത്യേകത, ഞാൻ എന്റെ 3 മെയിൻസിലും ഫസ്റ്റ് മെയിൻസിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടില്ല. പക്ഷെ എന്റെ തേർഡ് മെയിൻസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട പേപ്പറാണ്. ബട്ട് എന്റെ 3 മെയിൻസിലും എനിക്ക് ഒരേ മാർക്ക് കിട്ടിയ 107. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് കിട്ടാൻ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചെയ്ത കുറെ കാര്യങ്ങൾ ഇതേപോലെ സിലബസ് എടുത്തു വെച്ചു. ഓരോ കീവേഡ്സും സിലബസിൽ നിങ്ങൾക്ക് GS4 ഓരോ കീവേഡ്സ് ഇല്ലേ, ഓരോ കീവേഡ്സ് എടുത്തു. എന്നിട്ട് ജസ്റ്റ് ആ കീവേഡിന്റെ മീനിങ്, ഇന്റഗ്രിറ്റി അതിന്റെ മീനിങ് 1 ലൈൻ ഒരു 2 ലൈൻ, അല്ലെങ്കിൽ ഹോണസ്റ്റി മീനിങ്, അങ്ങനെ എംപതി സിമ്പതി അതിനെല്ലാം ഓരോ മീനിങ്. 1 റിയൽ ലൈഫ് എക്സാമ്പിൾ, 1 ബ്യൂറോക്രാറ്റിക് എക്സാമ്പിൾ, ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഇത് മാക്സിമം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആൻസർ വരുമ്പോഴും ആൻസറിൽ ശ്രദ്ധിക്കേണ്ടത് ഈ സിലബസിലെ കീവേഡ്സ് നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എത്തിക്സ്, ഇന്റഗ്രിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ കേസ് സ്റ്റഡിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേണമെങ്കിൽ ഫ്രെയിം വർക്കുകൾ ബിൽഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരാൾ എന്തോ ഫൗള് കാണിച്ചു, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനോട് നമ്മൾ എങ്ങനെയായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ അതിനൊരു ഫ്രെയിം വർക്ക് ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് എപ്പോഴും ഒരു കോർപ്പറേറ്റ് ലെവലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം എപ്പോഴും ഇന്റേണലി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഈവൻ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഇന്റേണലി സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇന്റേണലി നോക്കാം, ദെൻ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഇപ്പൊ നമുക്കൊരു ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റീനെ വേണമെങ്കിൽ നമുക്ക് അറിയിക്കാം. അപ്പൊ അങ്ങനെയുള്ള കീവേഡ്സ് കൊണ്ടുവന്നു. ആൻഡ് അതിനുശേഷം ഇത് നിൽക്കുന്നില്ലെന്ന് തോന്നുമ്പോഴത്തേനും പിന്നെ നമ്മൾ റിസൈൻ ചെയ്ത് അങ്ങനെ പോകുന്ന പരിപാടി. ആൻഡ് ഓൾസോ ഈ കോഴ്സ് ഓഫ് ആക്ഷനിൽ പോലും നമുക്ക് ഷോർട്ട് ടേമും ലോങ് ടേമും എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഒരു ഡിസാസ്റ്റർ നടന്നു, നമ്മളൊരു പോലീസുകാരാണ്, നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ മോബ് വയലൻസ് നടക്കും, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതില് മാക്സിമം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ കാണിക്കുന്ന രീതിയിൽ
ചെയ്യാം. ആൻഡ് അതേപോലെ ലോങ് ടേമിൽ ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കമ്മിറ്റി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ലോസ് കൊണ്ടുവരാം. എക്സാമ്പിൾസ് ഇതിനു മുന്നേ ഉള്ള വേറെ ഏതെങ്കിലും സിവിൽ സർവൻസ് ചെയ്ത് എന്തെങ്കിലും നല്ല മോഡൽസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് കേസ് സ്റ്റഡിയിൽ ഓർക്കേണ്ടത് നിങ്ങളുടെ സിലബസിലെ കീവേഡ്സ് എടുത്തിടും. പിന്നെ ഇപ്പം കേസ് സ്റ്റഡി വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് മാറിയൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ഭയങ്കര ഡൈനാമിക് ആയിട്ട് വരും. അതിനനുസരിച്ച് നമ്മൾ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം GS4 ആൻഡ് എനിക്ക് തോന്നുന്നു മറ്റേ പാർട്ടിൽ വരുമ്പോഴും എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റുക, ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് റിട്ടേൺ ആയിട്ട്. അപ്പൊ ടൈം നമ്മുടെ ബാക്കിയുള്ള GS സബ്ജക്ട്സിനേക്കാളും കുറച്ചുകൂടി നമ്മൾ പിടിച്ചെഴുതേണ്ട ഒരു സാധനമായിരിക്കും GS4. അപ്പം നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കീവേഡ്സ്, എക്സാമ്പിൾസ് മാക്സിമം. ഇതിനകത്ത് വേണേൽ കോഡ്സ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് GS അതായത് എത്തിക്സിനും നിങ്ങൾക്ക് SAക്കും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കുറെ കാര്യം. അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടോ? ഏതാ? ആ ഓക്കെ. ആ ഞാൻ ഉദ്ദേശിക്കുന്നത് 3:30 വേണമെങ്കിൽ. ഒന്നാമത്തെ കാര്യം നമ്മൾ അതിൽ 4 നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സമയം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് 3 പേജിലാണ്, ഫൈനൽ എക്സാമിന് 4 പേജ് കാണുക. അപ്പൊ നമ്മൾ അത് നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം. അപ്പൊ ഞാൻ ചെയ്യാം ഒന്ന് ചിലപ്പം കുറച്ചുകൂടെ അകത്തിയൊക്കെ എഴുതാം നമ്മൾ നേരത്തെ എഴുതുന്നത് തന്നെ. പിന്നെ 3:30 പേജ് ഒരു കൺക്ലൂഷൻ അപ്പുറത്തെ പേജിലേക്ക് കൊടുത്തിട്ട് ബേസിക് പ്രൊവൈഡഡ് നമ്മൾ അതിന്റെ ഡിമാൻഡ് ഫുള്ളി അഡ്രസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് അങ്ങനെയാണെങ്കിലും വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 4 പേജ്. എനിക്ക് പിന്നൊരു ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന സമയത്ത് ഇനിഷ്യലി 4 പേജിലെ അങ്ങ് എഴുതി തുടങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി UPSCന്റെ കിട്ടുമ്പോൾ 3 പേജിൽ എനിക്ക് സ്ഥലമില്ല. അപ്പൊ ഞാനിങ്ങനെ കുത്തി അപ്പൊ ഇങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ഈ കൊച്ചിന് ഇച്ചിരിയും കൂടെ പേജ് ഇച്ചിരിയും കൂടെ എഴുതിയാൽ അതൊക്കെ തോന്നുമായിരിക്കും. അപ്പൊ അങ്ങനെ മോള് തൊട്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ എന്നാ പറയാ, നമുക്ക് വേണമെങ്കിൽ ഈവൻ സെയിം സാധനം തന്നെ കുറച്ചുകൂടെ സ്പേസ് ഒക്കെ വിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ടൈമിന് എങ്ങനെ പോയാലും നിങ്ങളുടെ ടൈം അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ടൈം നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആൻഡ് ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. തുടക്കത്തിലെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ എഴുതി നോക്കാം. ഒരു 3:30 പേജ് വെച്ചിട്ടൊക്കെ എഴുതി നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. എന്തെങ്കിലും ഇവിടെ ഇവിടെ ഞാൻ ഇംഗ്ലീഷും മലയാളം എല്ലാവരും അതാണോ ചൂസ് ചെയ്തേക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, സിമ്പിളാ, കുഴപ്പമില്ലാതെ. എന്തോ? ആ അതെ, വലിയ പണിയൊന്നുമില്ല. അതിന് ഞാൻ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കാരണം അതിലാപ്പാടെ എന്താ പറയാ കുറച്ച് ഗ്രാമർ നിസ്സാരമുണ്ട്. അത് ഇംഗ്ലീഷിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിട്ടൊക്കെ എഴുതും. അല്ലാതെ ഇപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന പോലെ. എന്തോ? ആ അത് നമുക്ക് കിട്ടുമായിരുന്നു പൊതുവെ. പാടൊന്നുമില്ല അല്ലെ? അതിന് മലയാളത്തിൽ പക്ഷെ കുറച്ചായിരിക്കുള്ളൂ. ഗ്രാമറിന്റെ സാധനങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ അതൊക്കെ അത് തന്നെ നിങ്ങൾ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 വർഷത്തെ PYQ തന്നെ നോക്കി കഴിഞ്ഞാൽ ഭാരം കിട്ടും. പിന്നെ അതിന്റെ മീനിങ് എന്താ, ഈ സന്ധി ചേർക്കുക അല്ലെങ്കിൽ പിരിച്ചത്, ഇതിന്റെയൊക്കെ മീനിങ് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. പ്ലസ് ഇട്ട് എഴുതുന്നതും അല്ലാതെ എഴുതുന്നതല്ലേ. ഇപ്പം ആ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക, അത് എഴുതുക. ആൻഡ് ദെൻ ആ സംഭവങ്ങളൊക്കെ പിന്നെ ഒരു പാസേജ് തന്നിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലാക്കുക, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കുക. പിന്നെ ഒരു എസ് എഴുതാറുണ്ടാവും. മലയാളത്തില് സെപ്പറേറ്റ് ശതമാനം വേർഡ്സ് മലയാളം മാത്രമല്ല എന്താണ് ഞാൻ അതൊക്കെ അങ്ങനെ തന്നെ എഴുതി. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പൊ എങ്ങനെ പാസ്സായി പോയി. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. മലയാളത്തിലൊക്കെ ഇപ്പം നമ്മുടെ മലയാളത്തിലെ കമ്പൽസറി പേപ്പറിന്റെ മാർക്ക് കാണണമെങ്കിൽ നമ്മുടെ മെയിൻസിന് കിട്ടാതെ വരുന്ന വർഷം നമുക്ക് കാണുള്ളൂ. പാസ് ആകുമ്പോ ഒന്നും കാണില്ല. അതിൽ ഞാൻ എന്റെ ഫസ്റ്റ് മെയിൻസിനാ. അപ്പൊ അത് ഞങ്ങൾക്ക് 200 മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു essay പോലും 6 പേജേ ഉള്ളൂ. 6 പേജ് ഒരു essay എഴുതാ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ,
6 പേജസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പാസേജ് ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആ പാസേജിൽ നിന്ന് തന്നെ എടുത്തെഴുതാം. പിന്നെ ഒരു പാസേജ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാം, പിന്നെ മലയാളത്തിലേക്ക് ആക്കാം, പിന്നെ ചുരുക്കി എഴുതുന്ന സംഭവം, പിന്നെ എഴുതും ഗ്രാമർ കുറച്ചും ഉള്ളൂ. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. വേറെ എന്തെങ്കിലും തോന്നില്ലല്ലോ? ഓക്കെ അല്ലേ? Okay, that is, thank you so much for actively participating in the session, and all the best for your mates.